ഇൻഫ്ലെയിം ചില്ലറക്കാരനല്ല, വേറെ ലെവലാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിങ്ങളൊരു വേണമെങ്കിൽ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ വരെ പറ്റുന്ന ഒരു ആ ലെവൽ കളി കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻഫ്ലെയിം. നമ്മളിപ്പം സന്യാസത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ഫ്രണ്ട്സ്, ആ ലെവലിൽ നിന്ന് തന്നെ സ്പിരിച്വാലിറ്റി പെർസ്യൂ ചെയ്യാം. ചിലപ്പോൾ വീട്ടിലെ ചെറിയ കുട്ടി ചിലപ്പോൾ 17 വയസ്സുള്ള പയ്യനെയും ചിലപ്പോൾ സിങ്ക് ആവുക. ചിലപ്പോൾ അത് വയസ്സ് കൊണ്ട് ചെറുതാണെങ്കിലും ചിലപ്പോൾ അതൊരു ഓൾഡ് സോൾ ആയിരിക്കും. ഒരു ട്വിൻ ഫ്ലെയിം ഇത് എവിടേക്കോ എത്തി. ഓരോ കുറ്റം പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിലേക്കൊന്ന് കാല് വെക്കണം. അതെ, അതാണ് ഗെയിം ചേഞ്ചർ. അപ്പൊ അതിന് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞ പ്രാണിക് ഹീലിംഗ്. അപ്പൊ അതൊക്കെയാണ് സാധിച്ചത്. കരുതലായി കണ്ണിലലിവുമായി എന്നിട്ട് ശിവന്റെ ചിത്രമൊക്കെ കൊടുത്ത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. തേർഡ് ഐ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഇല്ല. ഒരു സോൾ സ്പ്ലിറ്റായി എന്നിട്ട് ഒരേ ലെവലുള്ള രണ്ടാൾക്കാരൊക്കെ ആ രീതിയിലാണ് പറയാ. അത് സോൾ ഒരിക്കലും സ്പ്ലിറ്റ് ആകാൻ പോണില്ല. എന്താ പറയാ, ഇതിന്റെ കൂടെ ഉള്ള ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഫ്രണ്ട്സൊക്കെ പറഞ്ഞേക്ക് ഭ്രാന്താണ്, അടിക്കും, അവരോട് പഴയ പോലെ വൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റി എങ്ങനെ അത് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ലെവലിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് നോക്കുന്നത്. ലോജിക്കലി നമ്മൾ നോക്കുക, എന്തുകൊണ്ടാണ് അയാളോട് എനിക്ക് പെട്ടെന്ന് ട്രിഗർ ആവുന്നത്. അയാൾ ചിലപ്പോൾ വാദമുണ്ട്, ഓരോ അക്ഷരം മിണ്ടി ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ട്രിഗർ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം ഉണ്ടാവില്ല. അതിന്റെ സംഭവം ഇതാണ്. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കർമ്മ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾ ഹയർ സോൾ ഡിസൈൻ ചെയ്യും. കാരണം മൂപ്പർ തന്നെ ഞങ്ങൾക്ക് പണിയെടുത്ത്. ഹായ് ഓൾ, വെൽക്കം ടു ദി തേർഡ് എപ്പിസോഡ് ഓഫ് പോഡ്കാസ്റ്റ് വിത്ത് ആൽക്കെമിസ്റ്റ് ബ്രോ. ഹായ് ബ്രോ, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ്? എന്നിട്ട് കുറെ ആയില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു തേർഡ് എപ്പിസോഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിലേ പോയി. അല്ല, പിന്നെ കുറെ ക്ലാസ് ഉണ്ടായിരുന്നു, ഡേറ്റ് കിട്ടാനില്ല. സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ട് നിൽക്കുന്ന ശരി, വളരെയധികം ശരിയാണ്. കുറെ ക്ലാസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. സെഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ സ്പിരിച്വൽ ലീഗിന്റെ കമ്മ്യൂണിറ്റിയില് ഇപ്പം ഫോറിനേഴ്സ് ആയിട്ടുള്ള സെഷൻ എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ രസമാണ്. അതിനൊരു തുടങ്ങുന്നതിന് മുൻപേ അറിയില്ല നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. പക്ഷെ ബ്രോന്റെ ഒരു മീറ്റപ്പ് എന്തോ പരിപാടി വരുന്നില്ലേ? ഇനിയിപ്പോ എന്തോ ഒരു ഫംഗ്ഷൻ വരുന്നില്ലേ? മീറ്റപ്പ് വരുന്നുണ്ട് ഈ സൺഡേ. അപ്പൊ നമ്മുടെ പിള്ളേരായിട്ടൊന്ന് ജസ്റ്റ് ഡേറ്റ് പറഞ്ഞോളൂ. എന്തായാലും ഡേറ്റ് പറഞ്ഞോളൂ. അല്ല, അത് വീഡിയോ വരുമ്പോഴത്തേക്ക് മീറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ടാവണം. അത് ചാൻസ് ഉണ്ട്. ശരിയാണ്, സൺഡേ ആണ്. അപ്പം October 19 ചെറിയൊരു മീറ്റപ്പ് പരിപാടി. അപ്പോൾ നമ്മള് ഒരേപോലുള്ള മൈൻഡ് സെറ്റ് ഉള്ള കുറച്ച് ആൾക്കാർ കൂടുമ്പോ ഒരു ഇതാണല്ലോ, എല്ലാവർക്കും ഒരു പരാതിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ലോ ഓഫ് അട്ടറിനെ പറ്റിയ കാര്യങ്ങളൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു പോരാട്ടം, അതിനോട് തുടക്കം, അതാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകുന്നതല്ല, കുറെ ഇപ്പൊ ബ്രോ അന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പുതിയ എന്തെങ്കിലും ടോപ്പിക് കാര്യങ്ങൾ നോക്കാം എന്നുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുറെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് എന്നല്ല, എന്നാൽ കുറച്ചും കൂടി ഈ ചക്രകളെ കുറിച്ചിട്ട്, ചക്രാസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇത്ര ചക്രാസ് ഉണ്ട്, 7 or 6 അങ്ങനെ എന്തൊക്കെയോ ചക്രാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എത്ര അല്ല എനിക്ക് കേട്ടറിവല്ലേ ഉള്ളൂ. അപ്പം അത് ചക്ര എന്ന സത്യം. അപ്പം എന്താണ് ചക്ര അല്ലെങ്കിൽ ചക്രാസ് എന്താണ്? ചക്രാസ് എന്താ പറയുക, ഇപ്പൊ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ബോഡി നമുക്കുണ്ട്, പക്ഷെ നമ്മളൊരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബീയിങ് അല്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. നമ്മളൊരു സ്പിരിച്വൽ ബീയിങ് ആണ്. സ്പിരിച്വൽ ബീയിങ്ങിനൊരു ഫിസിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ പരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫിസിക്കലിനപ്പുറം എന്ത് എന്ന് ചോദ്യം, നമ്മൾ ആരാണ്, ഇപ്പൊ നമ്മൾ സോൾ ആണെന്നൊക്കെ മനസ്സിലാകുന്നത് ഈ ഫിസിക്കലിനപ്പുറം എന്ത് എന്ന് അറിയുന്ന സമയത്താണ് നമുക്കൊരു ഓറയുണ്ട്, നമുക്കൊരു എനർജി ബോഡി. ഇപ്പൊ ഫിസിക്കൽ ബോഡിന്റെ കൂടെ ഒരു എനർജി ബോഡി നമുക്കുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം അതിൽ നമ്മൾ പറയാം, അപ്പം സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറയും, ചിലർ എത്തറിക് ബോഡി എന്ന് പറയും, എനർജി ബോഡി. അപ്പം എനർജി ബോഡി നമുക്കുണ്ടെങ്കിലും ആ എനർജി ബോഡിയിൽ ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്, ഭയങ്കരമായിട്ട് എനർജി സ്റ്റോർ ചെയ്യുന്ന ഒരുപാട് സെന്റേഴ്സ്. ആ സെന്റേഴ്സിനെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചക്രാസ് എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പോൾ യോഗിക് ഫിലോസഫി ഒക്കെ പ്രകാരം
ചിലപ്പം വേണമെങ്കിൽ 114 ചക്ര ആ ലെവലിലേക്ക് പോവാം. അത്രയും ചക്രാസ് ഉണ്ടെന്നാണോ പറയുന്നത്? മെയിൻ ചക്രാസ് ആയിട്ട് യോഗി ഫിലോസഫി പ്രകാരം 7 ചക്രകളാണ് എടുക്കുന്നത്. പ്രാണിക് ഹീലിംഗിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരു 11 ചക്രയെങ്കിലും മെയിൻ ചക്രയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ശരി. ഓക്കെ, അപ്പൊ ഓരോ ചക്ര എന്ന് പറയുന്ന സംഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മുടെ ഔട്ടർ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണെന്ന് പലപ്പോഴും. അതെ അതെ. അപ്പം നമ്മൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അതെ, മനസ്സൊരു ഇന്നർ വേൾഡ് ആണ്, നമ്മുടെ ചക്രാസ് ഇന്നർ വേൾഡ് ആണ്, നമ്മുടെ ഓറ ഇന്നർ, ഇതൊക്കെ നമ്മുടെ ഒരു സബ്റ്റൽ അല്ലെങ്കിൽ ഇന്നർ വേൾഡിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഈ ചക്രകൾക്ക് നമ്മുടെ ഈ ഒരു ഔട്ടർ റിയാലിറ്റിയുമായിട്ട് ഔട്ടർ റിയാലിറ്റിയിൽ നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒക്കെ ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിലേക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പൂർണ്ണമായി എതിർക്കുന്ന ആൾക്കാർ പോട്ടെ, അത് നമ്മൾ കൺസിഡർ ചെയ്യും. അതെ, പക്ഷെ വിശ്വസിക്കാത്ത ആളുകൾ, അതെ, അവരെ നമ്മൾ എന്താക്കില്ല, അവരെ നമ്മൾ പൂർണ്ണമായി റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളിപ്പോ അതിൽ വിശ്വസിക്കുന്നില്ല, ഓക്കെ, നിങ്ങളുടെ ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇതിൽ നമുക്ക് എന്താ പറയുക, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പോലും ഇങ്ങനത്തെ ഒരു ഡെപ്തിലേക്ക് അങ്ങനത്തെ ഒരു പല നോളജും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചക്ര, ഏതെങ്കിലും ഒരു ചക്ര, നമ്മുടെ ഒരു തേർഡ് ഐ ചക്ര തന്നെ എടുക്കാം. തേർഡ് ഐ ചക്ര എടുക്കുകയാണെങ്കിൽ അതിന് ഫിസിക്കലായിട്ട് അതിന് ഫംഗ്ഷൻ ഉണ്ട്, സൈക്കോളജിക്കലി അതിന് ഫംഗ്ഷൻ ഉണ്ട്, സ്പിരിച്വലി ഫംഗ്ഷൻ ഉണ്ട്. ഈ 3 ഫംഗ്ഷൻ. അപ്പൊ ആ ചക്ര നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫിസിക്കലി, സൈക്കോളജിക്കലി, സ്പിരിച്വലി 3 തരത്തിൽ ഒരു ചക്ര നമുക്ക് കണ്ടു. അപ്പൊ അതുപോലെ നമ്മളെല്ലാം വിടും. ഇപ്പൊ തേർഡ് ഐ ചക്രനെ കുറിച്ച്, ഇപ്പൊ തേർഡ് ഐനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ തേർഡ് ഐക്ക് ചുറ്റുമുള്ള എന്താ പറയാ പീനിയൽ ഗ്ലാൻഡ് മുതൽ ഇപ്പൊ ഐസ്, ഇപ്പൊ കണ്ണിലേക്കുള്ള എനർജി, അപ്പൊ ഈ ചുറ്റുവട്ടത്തേക്കൊക്കെ എനർജി പോകണമെങ്കിൽ ആ ചക്ര പ്രവർത്തിക്കണം. കാരണം എനർജി ബോഡി എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ആ എനർജി അവിടെ കൊടുക്കുന്നില്ലെങ്കിൽ ഇതൊന്നും കണ്ണും ചിലപ്പം ബ്ലൈൻഡ് ഒക്കെ ആയി പോവാം. അപ്പൊ അതാണ് ഫിസിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻ. സൈക്കോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഐ ചക്ര, ഇപ്പൊ തേർഡ് ഐ ആണ് ഞാൻ പറയാം, തേർഡ് ഐന്ന് വെച്ചാൽ വിൽ പവർ ആണ്. അപ്പൊ വിൽ പവർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു തേർഡ് ഐന്റെ കുറച്ച് മെഡിറ്റേഷനും മറ്റു കാര്യമൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ വിൽ പവർ കൂട്ടാം. കാരണം തേർഡ് ഐ ചക്ര എത്രത്തോളം പവർഫുൾ ആണോ അതിനനുസരിച്ചാണ് നിങ്ങളെ വിൽ പവർ വരിക. ഓക്കെ. പിന്നെ എന്താ പറയാ, നമ്മുടെ സ്പിരിച്വൽ ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ, ഇപ്പം മുകളിൽ ഒരുപാട് ഇൻഡ്യൂഷൻ വരുന്ന നിങ്ങൾത്തെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മുടെ ലോവർ ഇൻഡ്യൂഷൻ ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു തേർഡ് ഐ ചക്ര. അപ്പം അതുപോലെ എല്ലാ ചക്രയ്ക്കും അതിന് ഈ ഒരു 3 ഫംഗ്ഷൻസ് ഉണ്ട്. ചിലത് ഭയങ്കര സ്പിരിച്വൽ ഫംഗ്ഷൻ ആയിരിക്കും, ചിലർക്ക് അത്ര സ്പിരിച്വൽ ഫംഗ്ഷൻ ഉണ്ടാവില്ല, ചിലർക്ക് ഭയങ്കര സൈക്കോളജിക്കലി, അങ്ങനെ വേരീസ്. പക്ഷെ എല്ലാത്തിനും അങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം അത് നമുക്ക് അതിൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അത് വളരെ സിമ്പിൾ കാര്യം. അത് ചക്ര കൺട്രോൾ ചെയ്ത പറയുമ്പോൾ ഭയങ്കര എന്തോ ഒരു കൽക്കി സിനിമ എടുക്കേണ്ടതൊന്നുമല്ല. ഇതൊക്കെ അത്രയും സിമ്പിളായ കാര്യങ്ങളാണ്. പക്ഷെ അതിലേക്ക് ഒരു എക്സ്പോഷർ നമുക്കില്ല എന്ന് പറയുമ്പോഴാണ്. പക്ഷെ ബാക്കിയുള്ള ഇപ്പം നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് ചക്ര എന്ന് പറഞ്ഞ കേൾക്കുമ്പോൾ ഒരു ഒട്ടും അറിവില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് തീരെ ചക്ര കേട്ടിട്ട് പരിചയമുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചക്ര എന്നുള്ള ഒരു കാര്യത്തിൽ പരിചയമുള്ളൂ. ബ്രോഡ് തോന്നുന്നത് എന്താണ്? കാരണം ആളുകൾ ഇപ്പോഴും അതിനെക്കുറിച്ച് അത്ര അവെയർ അല്ല, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള നോളേജ് എത്തുന്നില്ല എന്ന് തോന്നാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ എത്താത്തതിന്റെ കാരണം എന്താണ്? അത് സത്യമാണല്ലോ. കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ 30K+ ആൾക്കാരുണ്ട്, സ്പിരിച്വൽ ലീഗിൽ 1 മില്യൺ ആൾക്കാരുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചക്ര ഇപ്പൊ കൺസൾട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ നമ്മൾ പേഴ്സണലി ഓരോ ആളോട് നമ്മൾ സംസാരിക്കുക. ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ചക്ര ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ ചക്രാസിനെ കുറിച്ച് അറിയുമ്പോൾ ഒരു പറയാ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, ആ രീതിയിൽ പറയാന്നല്ലാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഓരോ കുറ്റം പറഞ്ഞ കാര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിലേക്കൊന്ന് കാല് വെക്കണം. കാരണം അതാണ് ഗെയിം ചേഞ്ചർ. അപ്പൊ അതിന് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞ പ്രാണിക് ഹീലിംഗ്. അപ്പൊ അതൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ റേക്കിയിലാണെങ്കിലും അതൊക്കെ ഉണ്ട്. പ്രാണിക് ഹീലിംഗ് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് അങ്ങോട്ട് പോവാം, ഒരു സ്പിരിച്വൽ ലെവലിലേക്ക് കൊണ്ടുപോകാം. ഹീലിംഗ് ഒരു സ്റ്റാർട്ടിങ് ഫേസ് ആണെങ്കിൽ കൂടി പിന്നെ സ്പിരിച്വൽ ലെവലിലേക്ക് നമുക്കൊരു വലിയ അടിപൊളിയായിട്ട് ഗേറ്റ് വേ ആണ്. പിന്നല്ലാണ്ട് അടിപൊളി ഗേറ്റ് വേ തന്നെയാണ്. അപ്പം അത് ഇപ്പം എന്താ പറയുക, ഞാൻ പലപ്പോഴും പറഞ്ഞു ഞാൻ അവിടുത്തെ ട്രെയിനറോ ഒന്നും തന്നെയല്ല, പക്ഷെ എനിക്ക് അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം അത് നിങ്ങൾക്കും ഉണ്ടാവട്ടെ വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പം നോളജ് വേണം അതിന് കാര്യങ്ങൾ. അതെ, പല കാര്യങ്ങളെ കുറിച്ച്. കാരണം തന്നെ ചിലരൊന്നും പറയും, ചിലവരിപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ടീച്ചിങ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒരു പറയും ഇപ്പൊ എന്താ തത്വമസി അതാണ് പിന്നെ നമ്മളെന്തിനാ പറയുന്നത്. അതല്ല, ഒരുപാട് കാര്യങ്ങൾ സ്പിരിച്വാലിറ്റി നിങ്ങൾ ഡെപ്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ മനസ്സിലാവും എത്രത്തോളം പഠിക്കാനുണ്ട്,
അത്രയും ഡെപ്തിൽ സാധനമുണ്ട്. വലിയൊരു കടൽ. അപ്പൊ ഇത് ഈ ഒരു ഇതിപ്പോ ഇതൊക്കെ ഇതിപ്പോ ഞാൻ ദൈവം എല്ലാം ഒന്നാണ് ആ ലെവലിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിലേക്ക് പോകുന്നില്ലെങ്കിൽ ജ്ഞാനയോഗം എന്ന് പറഞ്ഞ സംഭവം തന്നെ കൂട്ടേണ്ടി വരും. അപ്പം അത് അത്രയും ഡെപ്തുള്ള സംഭവമാണ്. അതിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ കൂടുതൽ നിങ്ങൾ ആ ഒരു എന്താ പറയാ അബ്സ്ട്രാക്ട് മൈൻഡാണ് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അബ്സ്ട്രാക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു, കാരണം ഇത് നമ്മുടെ ബിയോണ്ട് നമ്മുടെ മറ്റേ തന്നെ ഈ ഒരു കോൺക്രീറ്റ് മൈൻഡ് അത് നമ്മളെ കാൽക്കുലേഷൻ ഉപയോഗിക്കാം, സാധാരണ നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ ഉപയോഗിക്കുന്ന കണക്കൂട്ടലും മറ്റു കാര്യങ്ങളൊക്കെ. അബ്സ്ട്രാക്ട് മൈൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറച്ചും കൂടി എസോട്ടറിക് ആയ ടോപ്പിക്സ് ആണ്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ആ ലെവലിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം സത്യം പറഞ്ഞ സംഭവിക്കുക അത് പഠിക്കുന്ന കാര്യം മാത്രമല്ല, വേറെ മെഡിറ്റേഷൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മെന്റൽ ബോഡി, ഹയർ മെന്റൽ ബോഡി ആക്റ്റീവ് ആവും. ഈ ഹയർ മെന്റൽ ബോഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കണക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഹയർ മെന്റൽ ബോഡിയിലാണ് നിങ്ങളുടെ ഹയർ സോൾ ഇരിക്കുന്നത്, നിങ്ങളുടെ ഉന്നതാത്മാവ്. ഉന്നതാത്മാവിൽ വെറും പഠിക്കുന്നുള്ളൂ, പക്ഷെ ആ പഠിത്തം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉന്നതാത്മാവിലേക്കുള്ള ഒരു കണക്ഷൻ സ്ട്രോങ് ആക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒന്നും നിസ്സാരമല്ല. ഇപ്പൊ മെഡിറ്റേഷൻ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ പ്യൂരിഫിക്കേഷൻ ആണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു നല്ല കമ്പാഷൻ ഉള്ള നല്ലൊരു ഹാർട്ടുള്ള ആളാവണമെന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പഠിക്കേണ്ട സംഭവം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ബേസ് എന്ന് പറയുന്ന സംഭവമാണ് ചക്രാസ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളൊരു റഫ് ഐഡിയ എങ്കിലും നിങ്ങൾ ഉണ്ടാക്കണം, എന്താ സംഭവം എന്താണ്. കാരണം ചിലർക്ക് ഇപ്പം തീരെ സ്നേഹമില്ലാത്ത ആൾക്കാർ, ഹാർട്ട് ചക്ര സ്വാഭാവികമായിട്ടും വളരെ ചെറുതായിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആൾക്കാരാണ്. വേറെ 5 പൈസ കൊടുക്കില്ല. അവരുടെ സോളാർ പ്ലക്സസ് ചക്രം വളരെ വലുതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഓരോരുത്തർ സൈക്കോളജിക്കൽ ഫംഗ്ഷൻസ് അങ്ങനത്തെ ഓരോ 3 ഫംഗ്ഷൻസ് ഉള്ള പോലെ എല്ലാ ചക്രയ്ക്കും ഇതുപോലെ ഓരോന്നുണ്ട്. ശരിക്കും നമ്മളൊരു പോയിന്റ് ചോദിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഡെഫിനേഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന രീതി അല്ലേ. ബ്രോ, അതിന്റെ മുമ്പേ ഒരു സംഭവം, ഇതിപ്പോ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ കുറെ കണ്ടതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ സ്പിരിച്വാലിറ്റി സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്, ട്രൈ ചെയ്ത് നോക്കല്ല, സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടതാണ്. ലൈക്ക് തേർഡ് ഐ ഓപ്പണിംഗ്, പീനിയൽ ഗ്ലാൻഡ്, എനിക്ക് പ്രൊണൗൺസ് ചെയ്യുന്ന കറക്റ്റ് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, പീനിയൽ ഗ്ലാൻഡ് ഓപ്പണിംഗ്, അങ്ങനെ പറഞ്ഞ കുറേ ഇതിന്റെ മെഡിറ്റേഷൻസ് പരിപാടി കാര്യങ്ങൾ. നിങ്ങളെ തേർഡ് ഐ ഓപ്പൺ ആക്കുന്നു, എന്നിട്ട് ശിവന്റെ ചിത്രമൊക്കെ കൊടുത്ത് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കാണാറുണ്ട്. ചെയ്ത് നോക്കിയിട്ടില്ല മെഡിറ്റേഷൻ. വളരെ നന്നായി. അല്ല, ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഒരുപാട് മുമ്പേ കുറെ ആളുകളുടെ ടോക്കും കാര്യങ്ങളൊക്കെ സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ആളുകളുടെ ടോക്ക് കാണുന്ന സമയത്ത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തു നോക്കിയിട്ട് ആളുകളെ, നോർമലായിട്ടിരുന്ന ആളുകൾ കയ്യിൽ നിന്ന് പോവുക, നോർമൽ രീതിയിലല്ലാതെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോവാന്നുള്ള സ്ഥിതിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് പേടിച്ചോണ്ടാണ് ഇതുപോലെ ചെയ്യാൻ തോന്നിയിട്ടില്ല. കാരണം ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ. അത് എക്സാക്ട്ലി അതാണ് വേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, അതായത് ഇപ്പം ഇങ്ങനത്തെ ഓരോ കുണ്ടലിനി യോഗ ഈ സംഭവമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു ഗൈഡൻസ്, ഒരു ഗുരു നിങ്ങൾക്ക് വേണം. കാരണം യൂട്യൂബ് നോക്കി ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അത് നോക്കി നിങ്ങൾക്ക് കുണ്ടലിനി ചെയ്യാം. റിലീസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ ചക്ര പല രീതിയിൽ എന്താണ് അപ് ടു യു, എന്താണ് നിങ്ങൾ ചെയ്തോളെ. പക്ഷേ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കാരണം കുണ്ടലിനി സിൻഡ്രോം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നിങ്ങളെ റിലേഷൻഷിപ്പിനെ ബാധിക്കാം, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിനെ ബാധിക്കാം, നിങ്ങളുടെ എന്താ പറയാ ഫിനാൻസിനെ ബാധിക്കാം. എന്തെങ്കിലും അതുപോലെ സംഭവിച്ചു കുണ്ടലിനി സിൻഡ്രോം, നമ്മളെ രാത്രി ഇൻസോംനിയ, പല ഡിപ്രഷൻ, പല രീതിയിലേക്ക് അത് മാറാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അമേരിക്കയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു യൂട്യൂബർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഓരോ വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് ആ ഗുരുവിനോടുള്ള കണക്ഷൻ, ഗുരുവിനോടുള്ള ആക്സസ് വേണം. എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഫിസിക്കലി നമുക്ക് ഒരു കോണ്ടാക്ട് ഉള്ള ഒരാളുമായി ഗൈഡൻസ് പ്രോപ്പർ ഗൈഡൻസ് വേണം. കാരണം സ്പിരിച്വാലിറ്റി പറഞ്ഞപ്പോൾ നമ്മളെ ഈ ഒരു ജനറേഷൻ, ഇപ്പൊ നമ്മളൊരു ജനറേഷനിലുള്ള മെയിൻ സംഭവം അതാണ്. നമുക്ക് എല്ലാവരും അടിപൊളി സ്പിരിച്വൽ സീക്കേഴ്സ് ആണ്. പഴയ ജനറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് അടിപൊളി സ്പിരിച്വൽ സീക്കേഴ്സ് ആണ്. പക്ഷെ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാർ പോകുന്നത് എന്താ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയണം, ഒരു ഗുരുവിന്റെ അടുത്തേ പോവുള്ളൂ. കാരണം വേറെ വഴിയില്ല. ആ ഗുരു വഴിയാണ് അവർക്ക് നോളജ് ട്രാൻസ്ഫറൻസ് നടക്കുക. നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല. നമ്മൾ നേരെ പോടെ യൂട്യൂബിലേക്കാ. യൂട്യൂബിൽ പോയിട്ട് ഒരുപാട് ഇൻഫോർമേഷൻ, 90% വേണ്ടാത്തതും 10% നല്ലതായിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്നു. ഏതാ നല്ലത് ഏതാ ശരിയെന്നൊന്നും അറിയാത്ത രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. എല്ലാം കണ്ടതും ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമല്ലോ. അതെ, പക്ഷെ അത് ഫോളോ ചെയ്ത് ഈ ഒരു ഗുരുവിന്റെ ആബ്സൻസ് പറഞ്ഞാൽ വല്ലാണ്ടത് പ്രശ്നമാണ്. അപ്പൊ സ്പിരിച്വാലിറ്റി, ഇപ്പൊ സ്പിരിച്വൽ ഹയറാർക്കി ഏതിൽ പറയുമ്പോഴും, ഏത് ടീച്ചേഴ്സ് പറയുമ്പോഴും ഗുരു വേണം.
അത് ഞാനും സാറിനെ തന്നെ ഞാൻ ഗുരു വേണ്ടാന്ന് പറഞ്ഞ് നടന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം എത്രയോ കൊല്ലം 10 കൊല്ലത്തോളം ഞാൻ ഇതുപോലെ തന്നെ സ്വന്തമായി പോയതാണ്. പക്ഷെ അത് ഞാൻ അങ്ങനെ പോയത് ഇവിടെ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് അതിലും എത്രയോ ബൂസ്റ്റ് ആയി നമുക്ക് പോകുമ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാച്ചാൽ ഈ നമ്മുടെ ചക്കരൊക്കെ ഓൾറെഡി ഓപ്പൺ ആണ്. അതാണ് ഇതിന്റെ ഒരു സംഭവം. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ നിങ്ങളുടെ എന്താ പറയാ തേട അല്ലെങ്കിൽ ത്രോട്ട് ചക്ര അല്ലെങ്കിൽ തേട ചക്ര, ഈ തേട ചക്ര ഓപ്പൺ അല്ല നിങ്ങൾ പറയുന്നു. ഓപ്പൺ അല്ല ക്ലോസ്ഡ് അല്ലേ ഇത്? ഓക്കെ, അപ്പൊ തേട ചക്ര ക്ലോസ്ഡ് ആണ്. അവിടെ എനർജി വരൂല. അതെ, അവിടെ എനർജി ഇല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അവിടേക്ക് എനർജി പമ്പ് ചെയ്യൂല. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് ചുറ്റി നിൽക്കുന്ന പീനൽ ഗ്ലാൻഡ് അടക്കം എല്ലാ സംഭവങ്ങളെ കണ്ണിലേക്ക് കാഴ്ച പോലും ഉണ്ടാവില്ല. ഇത് ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് അല്ലേ? അപ്പൊ നിങ്ങൾ പറയുന്ന വെച്ചാല് ഈ തേർഡ് ഐ, ലൈക്ക് എനിക്ക് അറിയാത്തോട്ടോ, ഈ തേർഡ് ഐ ചക്ര എന്നുള്ള സംഭവം ഓപ്പൺ അല്ലെങ്കിൽ പറയുന്നത് എല്ലാവരും ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. എല്ലാവരും ഓപ്പൺ ആണ്. അപ്പൊ ബാക്കി ശരിക്കും എന്താ ചെയ്യുന്നത്? എനർജൈസ് ചെയ്യാം. പക്ഷെ ഓപ്പണിങ്ങിലല്ല കാര്യം. അത് എത്രത്തോളം കാരണം ഓപ്പണിംഗ് എന്ന് പറഞ്ഞ സംഭവം അത് ഓപ്പൺ ആണ് ഓൾറെഡി. അത് നമുക്ക് വേറെ വേണം. അത് സ്പിരിച്വാലിറ്റിയിൽ ഉള്ള ചില മിത്തുകൾ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു തെറ്റായ മിത്തുകൾ വന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ, എനർജൈസേഷൻ, ഈ രണ്ട് സംഭവമാണ് വേണ്ടത്. അത് പ്രാണിക് ഹീലിംഗിനാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആക്ടിവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ തേട ചക്രം വളരെ ചെറുതായിരിക്കും, ചിലത് ഭയങ്കര വലുതായിരിക്കും. ഈ വലുതാവുന്ന സംഭവം, ഈ വലുതാക്കുന്ന സംഭവത്തിനാണ് ആക്ടിവേറ്റ് ചെയ്യാന്ന് പറയാം. നമുക്ക് ഓൾറെഡി ഓപ്പൺ ആണ്. ആ സംഭവം എത്രത്തോളം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു അതിനെ മാക്സിമം എത്ര പവർഫുൾ ആക്കാം. അതെ, പവർഫുൾ ആക്കാം. നമ്മൾ കോൺസ്റ്റന്റ് പ്രാക്ടീസ് കൊണ്ടാണ് സംഭവം ചെയ്യുക. പവർഫുൾ മാത്രമല്ല, അത് ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം അതിന് എനർജി വേണം. ഇപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ട് ഒരു തേട ചക്രം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എനർജി ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നിൽക്കും. കാരണം ഇവിടെ ഇങ്ങനെ ഒരു തേട ചക്രം, അപ്പൊ ആ എനർജി അതാണ് എനർജൈസിങ്. അപ്പൊ ആ ചക്രം എത്രത്തോളം ചിലർ ഭയങ്കര എനർജി ഇരിക്കും തേട ചക്രയ്ക്ക്, അപ്പൊ ചിലർക്ക് അത്ര എനർജി ഉണ്ടാവൂല. അപ്പം ആ രണ്ട് സംഭവമാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. എത്രത്തോളം നമ്മുടെ തേട ചക്രം ആക്ടിവേറ്റ് ആണ്, എത്രത്തോളം നമ്മുടെ തേട ചക്രം എനർജൈസ്ഡ് ആണ്. കാരണം തേട ഈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഇല്ല. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ക്ലോസ് ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവിടെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ക്ലോസ് ആയ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ മറ്റേ തന്നെ ഈ ചക്രം ഓപ്പൺ ആവുന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ ചക്രം അങ്ങനെയൊക്കെ കൊണ്ടുതന്നെ ഓപ്പൺ ആക്കിയിട്ട് അങ്ങനെയല്ല ഇതിന്റെ പരിപാടി. പണിയാണ്. ഈ ചക്രാസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമോ? സെൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്രാണിക് ഹീലിംഗ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് 2 ദിവസത്തെ ക്ലാസ്സേ ഉള്ളൂ. ആദ്യത്തെ ക്ലാസ് തന്നെ നിങ്ങളെ ചക്രം കയ്യിൽ എങ്ങനെ സെൻസ് ചെയ്യാന്ന് പഠിച്ചു തരും. അപ്പൊ സ്പിരിച്വാലിറ്റി പറഞ്ഞ സംഭവം അതാണ്. ഇപ്പൊ സ്പിരിച്വാലിറ്റി പറഞ്ഞ സംഭവം എക്സ്പീരിയൻസ് ആണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ ബുക്കിൽ വായിക്കുന്ന ഒരു പരിപാടിയല്ല, തിയറി പരിപാടി അല്ലാതെ. പക്ഷെ തീരെ പരിപാടി വേണം. പക്ഷെ അതിന് മെയിൻ ബേസ് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആണ്. കാരണം അതിന് ഞാൻ പലപ്പോഴും പറഞ്ഞു, പേറ്റിസ്റ്റ് പലരും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്കിപ്പ് ആവും. കാരണം സ്പിരിച്വാലിറ്റി നമുക്ക് തന്നെ തോന്നുന്നു ഡൗട്ട്ഫുൾ ആണ്, ഇത് ഉണ്ടോ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. പക്ഷെ ഇത് നിങ്ങൾ സെൻസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൾറെഡി അത് എന്താ വെച്ചാൽ നിങ്ങളെന്താ പറയുക, നിങ്ങളിപ്പോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ ക്ലാസ്സിൽ 10 ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു പ്രാണിക് ഹീലിംഗിന്റെ ക്ലാസ്സാണ്, ആ ക്ലാസ്സിൽ 10 ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പൊ ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് അയാളെ ഇപ്പൊ ഹാർട്ട് ചക്രം നോക്കാന്ന് പറഞ്ഞാൽ ഈ 10 ആള് നോക്കണം. 10 ആൾക്കും ചിലപ്പോ എല്ലാവർക്കും അപ്പൊ ഒരാൾക്ക് ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയല്ല, എല്ലാവർക്കും ഏകദേശം ഒരേ ലെവലില് ഇയാളെ ഹാർട്ട് ചക്രം കിട്ടണം. അപ്പൊ എന്തായി, അത് അതിനൊരു ആധികാരികത ഉണ്ട്. എല്ലാവർക്കും ഈ സാധനം ഒരേപോലെ സെൻസ് ചെയ്യാൻ പറ്റും. ഒരേ ലെവലിൽ എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റിയ സമയം ഇത് കൊള്ളാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ്, അത് വേറെ ആരെയും ബോധിപ്പിക്കാനല്ല. അപ്പൊ നമുക്കൊരു പഠിക്കുന്ന ഒരു സാധനം ശരിയാണോ നോക്കണ്ടേ. അതെ അതെ അതെ. അപ്പം അത് വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ഇതൊക്കെ ഉള്ളതാണല്ലോ, ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ബൂസ്റ്റ് കിട്ടും. പിന്നല്ലാണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇത് ഇപ്പൊ നമ്മുടെ കമ്മിറ്റിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഒരു രക്ഷയില്ല, അത്രയും താല്പര്യമുള്ള ആൾക്കാരാണ്. ഇപ്പൊ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ മതി, കയറിക്കോളൂ. എനിക്ക് 100% ഉറപ്പാണ് പിന്നെ ഒരു കയറിക്കോളും. അപ്പം അങ്ങനെ സംഭവിക്കട്ടെ. ഇപ്പത്തെ ഒരു ജനറേഷനിൽ ബ്രോ ഭയങ്കരമായിട്ട് ഇപ്പം മേ ബി ഇപ്പൊ നമ്മൾ തമ്മിലും കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ടാവും, കുറച്ച് വയസ്സിന് മുപ്പും സ്റ്റിൽ 26. അതെ. അതെ, ചോദിക്കുന്നത് വെച്ചാല് ഇപ്പൊ ഏകദേശം ഒരു കോളേജ് അല്ല, ആ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ജോബ് ഇൻ സെർച്ച് ഓഫ് ജോബ്, ആ ഒരു ടൈമിലുള്ള ആളുകളില്ലേ, അങ്ങനത്തെ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ടോ? ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു അതിലും ചെറിയ മക്കൾ പിന്നെയും വരുന്നുണ്ട്. 15 വയസ്സ്. അപ്പൊ ഞാൻ പോയി പഠിക്കണം.
അപ്പൊ വേറൊന്നല്ല അത് നമുക്ക് നോക്കണം. ബാലൻസിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാരണം സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് പർസൻ ഇറങ്ങിയാൽ ഒരു ഭയങ്കര അഡിക്റ്റീവ് ആവും. അപ്പം അങ്ങനെ വരും. അപ്പം അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബാലൻസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ചെറിയ ഒക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരാം. ഇതിലേത് എടുക്കണം. അവർ ചിലപ്പോൾ സ്പിരിച്വാലിറ്റി ഇങ്ങനെ ചിലപ്പോൾ അതിന് ചെകഞ്ഞ് അങ്ങനെ പോകാനൊരു ഭയങ്കര അപ്പം പഠിത്തം ചിലപ്പോൾ അപ്പൊ നേരത്തെ പറഞ്ഞ ബാലൻസ് ഇപ്പൊ ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പം കുറച്ച് ഇപ്പം പ്രൊഫഷണൽസ് ആണെങ്കിൽ കൂടി കാശ് വേണമല്ലോ. അതെ, കാശ് വേണം. അതൊക്കെ എന്റെ അനുഭവം. അല്ല, ഏത് മനുഷ്യനും കാശല്ല. അതല്ലേ അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു അഡിക്ഷൻ സ്വഭാവം ഇതിനുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു ജനറേഷൻ, ഈ ഒരു ടൈമിൽ നമ്മളിപ്പം സന്യാസത്തിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പം നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ ഫ്രണ്ട്സ്, ആ ലെവലിൽ നിന്ന് തന്നെ സ്പിരിച്വാലിറ്റി പെർസ്യൂ ചെയ്യാം. നമ്മളിപ്പോ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ നിന്ന് തന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് ബുദ്ധനാവാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പത്തെ അത് നമുക്കൊരു കൺസെപ്ഷൻ ഉണ്ട്. അതാണ് നമ്മളെ എന്താ പറയാ സീക്രട്ട് ടീച്ചിങ്സിലൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അതിനിപ്പം നമുക്കറിയാലോ ഏത് സ്കൂൾ ഓഫ് ടീച്ചിങ് ചേരണം, എന്ത് പഠിക്കണം, എന്താ അതിന്റെ ബേസിക് നോളജ്, ഈ സംഭവങ്ങൾ നമ്മൾ വാർത്തെടുക്കേണ്ട സംഭവം തന്നെയാണ്. ഓക്കെ, ഇതിലിപ്പം പ്രാണിക് ഹീലിംഗ് അല്ലാതെ വേറെ എങ്ങനെ? പ്രാണിക് ഹീലിംഗ് മാത്രമാണോ ഇപ്പൊ സ്പിരിച്വാലിറ്റിയിൽ ടീച്ചിങ് റിലേറ്റഡ്? പ്രാണിക് ഹീലിംഗ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ്. ഞാനും അത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ബാക്കി അല്ല, ഒരുപാട് ഇപ്പൊ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ അഗ്നി യോഗ നടത്തിയിട്ടുണ്ട്. ഇപ്പം ക്രിയായോഗ, യോഗാട സൊസൈറ്റി, ബാബാജിന്റെ ലീനിയേജ് അടിപൊളിയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസിസ് ട്രസ്റ്റ്, ആലിസ് ബെയിലിന്റെ ഓരോ ടോർകോം ഉണ്ട്. പിന്നെ ഓംബ്ര മിക്കേൽ ഐവനോ, അങ്ങനെ ഒരുപാട് റുഡോൾഫ് സ്റ്റൈനറിന്റെ ടീച്ചിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നത് ഒരേ സത്യമാണ്. അതാണ് ഇതിന്റെ ബ്യൂട്ടി. ലാസ്റ്റ് എത്തുന്ന ഒരു പോയിന്റിലായിരിക്കും. ലാസ്റ്റ് അല്ല, അവർ പറയുമ്പോൾ തന്നെ, കാരണം അവർ പറയുന്ന ഹോളി മാസ്റ്റർമാർ പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന സെയിം ആൾക്കാരായിട്ടാണ്. ഈ ശമ്പാല അങ്ങനത്തെ എല്ലാം നമുക്ക് തന്നെയാണല്ലോ ഇവരെല്ലാരും പറയുന്നതുണ്ടോ. മറ്റേ ചില നമ്മള് യൂട്യൂബ് നോക്കുമ്പോൾ ഇവിടെ ഒരു സാധനം പറയും, അതായിട്ട് ഒരു ബന്ധമില്ലാത്ത ആള് അപ്പുറത്ത് പറയൂ. നമ്മള് നമുക്ക് ഏതെടുക്കണം നമ്മൾ പ്രാണിക്കീലിംഗിലൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നോക്കാം, നിങ്ങൾക്ക് തന്നെ സ്കാൻ ചെയ്ത് നോക്കാം ഈ ടീച്ചിങ് ശരിയാണോ. അല്ലപ്പോ അതാണ് ഇത് അയാളോടായി ശരിയല്ലേ, നമുക്ക് എന്ത് നോക്കാലോ ചെയ്യലുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെ പല ആൾക്കാരും പ്രാണിക്കീലിംഗ് പഠിച്ചാൽ, കാരണം ഓർക്ക് പവർ കിട്ടുക. അത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ എന്താ, ഒരാള് മുന്നില് ഭയങ്കര ബോസ്, ഭയങ്കര ഗുരു, അയാളെ പിന്നിൽ എല്ലാരും നിൽക്കാണ്. ആ ഗുരു എന്ത് പറയുന്നു അതാണ് പറഞ്ഞിട്ട് എല്ലാരും ഗുരുവിന്റെ കയ്യിലാണ് പവർ. ഇത് അങ്ങനെയല്ല, ഇത് അവിടെ നിന്ന് എല്ലാവർക്കും പവറാ. അപ്പൊ പ്രാണിക്കീലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നോക്കൂ, ഓരിങ്ങനെ അതിന് ഞാൻ പറയും തള്ളാണോ എന്ന് ചിലപ്പോൾ അവിടെ സ്കാൻ ചെയ്തു. അല്ല, നോക്കിയിട്ടുണ്ട്. കാരണം ഞാനങ്ങനെ കുറേ സമയത്ത് ഒരുത്തെ പറഞ്ഞു എന്താ ലൈവിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കർമ്മ നോക്കട്ടെ. അത് ഇപ്പൊ അതാണ് അവർ ചെയ്യുന്നത്. എന്റെ ഹാർട്ട് ചക്ര എങ്ങനെ ഉണ്ട്, എന്റെ കർമ്മം എങ്ങനെ ഉണ്ട് എന്ന് പിള്ളേർ ചെയ്യാണ്. അല്ലാണ്ട് അങ്ങനെ വേണ്ട, ഒരാള് തമ്മിൽ ഡിഫറൻസ് ഇല്ല, എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്നു. അപ്പം അതാണ്. അപ്പം ആ പവർ വരണം. അപ്പോൾ അതിൽ ചിലപ്പോൾ മിസ്റ്റേക്സുകൾ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പായിരിക്കണം, ഒരു ടീമായിരുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ ഗെറ്റ് ടുഗദർ വെക്കുന്നൊക്കെ അതാണ്, ആ ഒരു ഗ്രൂപ്പ് വരട്ടെ. കാരണം ഇപ്പം നമ്മളിപ്പം സ്പിരിച്വൽ ഹയറാർക്കി ആ ഹയർ ലെവലിലേക്ക് ഒരു പറയുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇൻഡിവിജ്വൽ അല്ല വേണ്ടത്, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് വേണം, ഒരു ഗ്രൂപ്പ് കോൺഷ്യസ്നസ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സത്യം പറഞ്ഞാൽ ഇപ്പൊ മാസ്റ്റർ ടീച്ചിങ്സ് ആണ് അതൊക്കെ. അത് ഒരു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 7 ആൾക്കാർ ഒരുമിച്ച് മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് എനർജി അവിടെ ഇറങ്ങുക. പല കാര്യങ്ങൾ ആ എനർജി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു തല അവിടെ വേണം. ഒരു വഴികാട്ടിയായിട്ട് ഒരാൾ മുന്നിൽ വേണം, ഗുരു പോലെ. ഒരു ഗുരു അല്ലെങ്കിൽ ഗൈഡ് ആയിട്ട് ഒരാൾ വേണം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മിറാക്കിൾസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഗ്രൂപ്പായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പക്ഷെ പല ആൾക്കാരും ഇപ്പം നമുക്കൊക്കെ മെസ്സേജ് ഉണ്ട് നിർവ്വഹണേട്ടാ, അപ്പം എന്താ പറയാ ഇതിന്റെ കൂടെ ഉള്ള ആർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഫ്രണ്ട്സൊക്കെ പറഞ്ഞേക്ക് ഭ്രാന്താണ്, അടിക്കും, അവരോട് പഴയ പോലെ വൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റി എങ്ങനെ അത് ഓഫ്ലൈൻ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ലെവലിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള നോക്കുന്നത്. ഞാൻ ചോദിക്കാതല്ല, ഈ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു പാത്തിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മളെ കൂടെ ചില്ല് ചെയ്ത് വൈബ് ചെയ്ത് നടന്ന ആളുകളായിരിക്കും. പെട്ടെന്നൊരു ദിവസം അവര് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പറ്റാതെയോ ഏതറിയോ എന്തെന്നാ ഈ പറയുന്നത്, ഇങ്ങനെ ഇതിനകത്ത് പോയാൽ മതിയല്ലോ എന്നുള്ള പറയുമ്പോൾ നമുക്ക് അത്രയും ക്ലോസ് ഒരുപാട് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതാണ് നേരത്തെ ഞാൻ ഓർപ്പിച്ചത്, ബാലൻസ് നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂല. കാരണം ഇതങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം. കാരണം പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അധികം ആൾക്കാർക്ക് ഇപ്പൊ എക്സ്പോഷർ ഇല്ല. ഇവർക്ക് ഇത് പ്രോപ്പർ എക്സ്പോഷർ മറ്റു കാര്യമുണ്ട്. കാരണം ഇത് സ്പിരിച്വാലിറ്റിന്റെ മുകളിൽ ഒരു സാധനം ഇല്ല. മെറ്റീരിയലിസ്റ്റിക് എന്ത് ഡിസൈർ കൊണ്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ എസൻസ് നമ്മൾ കറക്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കാനുള്ള സാധനം ഇല്ല. അപ്പൊ ഇത് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു പവർ, ഇതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മോന്
ആ ഒരു പയ്യന് ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് അതിനെക്കുറിച്ചുള്ള കോൺവെർസേഷൻ പറയാനേ കൂടുതൽ താല്പര്യം. എവിടെ കൊണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ രണ്ട് കഥ പറയുമ്പോ എല്ലാം എങ്ങനെങ്കിലും ഇവിടെ ഇങ്ങോട്ട് എത്തും. തിരിഞ്ഞു പോയി അവസാനം അവിടെ കയറി നിൽക്കുന്നല്ലേ. അപ്പൊ അത് ചിലപ്പോൾ ചിലർക്ക് ചില അരോചകമായിട്ടൊക്കെ തോന്നാം. സത്യം, നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത, നമ്മൾ ഒട്ടും വിശ്വസിക്കാത്ത ഒരു കാര്യം നമ്മളെ മുന്നിൽ ഒരാൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അത് അവർക്ക് കൂട്ടാൻ വേണ്ടി കാര്യമില്ല. പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു സോളിന്റെ കാര്യമാണ്. കാരണം ഓനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതെങ്ങനെങ്കിലും ഇങ്ങൾക്കും തരണം എന്ന് പറഞ്ഞാണോ ട്രൈ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷെ എന്താ പറയാ, എല്ലാരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാരും ഓൾഡ് സോൾസ് അല്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. കുറെ ആൾക്കാർക്ക് യങ് സോൾസ് വേണമെങ്കിൽ പറയാം. അവരോട് ഇപ്പം ചിലപ്പോൾ നമ്മുടെ അച്ഛൻ അമ്മ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം. അപ്പൊ ഒരു പ്രായം കൊണ്ട് നമ്മളെ കൊണ്ട് വളരെ മൂത്തതാണെങ്കിൽ കൂടി ചിലപ്പോൾ യങ് സോൾസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഈ സ്പിരിച്വൽ പരമായ കാര്യങ്ങളോട് ചിലപ്പോൾ സിങ്ക് ആയി വരില്ല. ചിലപ്പോൾ വീട്ടിലെ ചെറിയ കുട്ടി ചിലപ്പോൾ 17 വയസ്സുള്ള പയ്യനെ ചിലപ്പോൾ സിങ്ക് ആവുക. ചിലപ്പോൾ അത് വയസ്സ് കൊണ്ട് ചെറുതാണെങ്കിലും ചിലപ്പോൾ അതൊരു ഓൾഡ് സോൾ ആയിരിക്കാം. ഇതിന് ഈ ഓൾഡ് സോൾസിനെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓൾഡ് സോൾസിനെ കണക്കാം, പക്ഷെ ഓൾഡ് കണക്ട് ആവുള്ളൂ. ആണോ? എല്ലാത്തിനും അതിന്റെ സമയം ഇവോൾവ് വന്ന് റീഇൻകാർണേറ്റ് ചെയ്തിട്ട് വന്നത് അവിടെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് ഇങ്ങനെ റിജക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും പേടിക്കണ്ട. ഒരു സമയം ഓൾഡ് സോൾ ആവും. ഒരു അവസാനം ഈ ഒരു വേവ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ നമ്മളെന്തോ വലിയ മുന്തിയ ആൾക്കാരല്ല. നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയമായിരിക്കാം ഈ ഓൾഡ് സോൾസ് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇങ്ങനെയൊക്കെ പാസ്വേഡ് ആളായിരിക്കാം. അതുകൊണ്ട് നമ്മള് ഭയങ്കര തിരിച്ചലാന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ ടൈം ഇപ്പൊ ആയി, ഇനിയിപ്പോ അടുത്ത ടീം വരും, അപ്പം നമ്മൾ മാറിക്കൊടുക്കുക, അവരാവും. ആ ഒരു കോൺഷ്യസ്നസ് നമുക്ക് ഉണ്ടായാൽ മതി. ബ്രോ, ഇതിനകത്ത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സംഭവം പറഞ്ഞു. ഞാൻ ഇപ്പൊ കഴിഞ്ഞ നമ്മളെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചത്. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ട്വിൻ ഫ്ലെയിം സംഭവം എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രോ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പോയില്ല. മടിയായതാണോ മനഃപൂർവ്വം വിഴുങ്ങിയതാണോ എനിക്കറിയില്ല. ട്വിൻ ഫ്ലെയിം നമ്മൾ വിഷയത്തിൽ എനിക്കറിയാം. അല്ല, ഞാനും കുറെ ഈ നമ്മുടെ യൂട്യൂബ് മെഡിറ്റേഷൻസും പരിപാടിയായിട്ട് കുറെ കണ്ടിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായി സ്പിരിച്വൽ ആയിട്ടൊരു സംഭവമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കണ്ടോട്ടെ, ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള അത്രയും അടിപൊളി സംഭവമാണ് ഇവർ പക്കാ മെറ്റീരിയലിസ്റ്റിക് സംഭവമായിട്ട് മാറ്റുന്നത്. എന്താ സംഭവം? സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവം എന്താണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം എന്താ? രണ്ടും അതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് അധികം സംസാരിക്കുന്നത് കുറച്ചും കൂടി സ്പിരിച്വലി കുറച്ചും കൂടി ഓറിയന്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ശരി. അപ്പം സാധാരണ ഇപ്പൊ നമ്മുടെ ടാരോട്ട് ആണെങ്കിൽ അങ്ങനത്തെ കുറെ ടാരോട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് എന്താ അറിയാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയും നമ്മുടെ ടീച്ചിങ്സ് എങ്ങനെയാണ്. കാരണം ഞാൻ പറയുന്നത് ഇത് എന്റെ സംഭവമല്ല. ഞാൻ ഈ ആൻഷ്യൻ ടീച്ചിങ്സ് ഇപ്പം ബോഡീസിന്റെ കാര്യം എന്ത് സംഭവം, ഇതൊക്കെ ആൻഷ്യൻ ടീച്ചിങ്സ് വരുന്നത്. അപ്പൊ ആൻഷ്യൻ ടീച്ചിങ്സിൽ പറയുന്നത് അത് ട്വിൻ ഫ്ലെയിം ചില്ലറക്കാരനല്ല, വേറെ ലെവലാണ്. ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിങ്ങളൊരു വേണമെങ്കിൽ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ വരെ പറ്റുന്ന ഒരു ആ ലെവൽ കളി കളിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ട്വിൻ ഫ്ലെയിം. ട്വിൻ ഫ്ലെയിം എന്താണ്? മെഡിറ്റേഷൻ ആണോ അത്? ട്വിൻ ഫ്ലെയിം ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ ഒരു പാർട്ണർ ലെവലാണ് നമ്മൾ പറയാം. നമ്മുടെ ആദ്യത്തെ ലവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പൊ പറയാച്ചുണ്ടെങ്കിൽ ഒരു സോൾ സ്പ്ലിറ്റ് ആയി എന്നിട്ട് ഒരേ ലെവലുള്ള രണ്ടാൾക്കാരൊക്കെ ആ രീതിയിലാണ് പറയാ. പക്ഷെ സോൾ ഒരിക്കലും സ്പ്ലിറ്റ് ആകാൻ പോണില്ല. ഓക്കെ, സോളാട്ടോ ഞാൻ പറഞ്ഞത്. കാരണം സോൾ എന്ന് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഗ്രൂപ്പ് സോളിലായിരിക്കുന്നത്. കാരണം സ്പ്ലിറ്റ് ആയതിന് ഒരുപാട് സോൾസിന് ഒരു സോൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സോളിൽ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ മിനറൽ കിണ്ടത്തിലുണ്ടേനും, അവിടുന്ന് വെജിറ്റബിൾ കിണ്ടത്തിലെത്തി, അവിടുന്ന് പിന്നെ ആനിമൽ കിണ്ടത്തിലെത്തി, ഈ കൊതു മുതൽ ഇങ്ങനെ വന്ന് ഹ്യൂമൻ അങ്ങനെ എത്തി അവസാനമാണ് നമ്മളൊരു ഹ്യൂമൻ. അത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം നമുക്കൊരു ഇൻഡിവിജ്വലൈസേഷൻ നടക്കുന്നത്. ഒരു സോൾ, നമുക്ക് ഒരു ഇൻഡിവിജ്വൽ സോളാണ് നമ്മൾ. ഹ്യൂമനിൽ മാത്രമാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആവുന്നത്. യെസ്, ഹ്യൂമൻ ആവുന്ന സമയത്ത് ഇൻഡിവിജ്വലൈസേഷൻ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്പോഴാണ് ഒരു ഹയർ സോൾ കിട്ടുന്നത്. ശരി, അപ്പോഴാണ് നിങ്ങൾ കർമ്മയിൽ തുടങ്ങുന്നത്. ആനിമൽസിന് കർമ്മ ഇല്ല. ആനിമൽസ് കാട്ടിക്കൂട്ടാം. ആനിമൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ കർമ്മല്ല, അങ്ങനെ വേണം പറയാം. കുറച്ചും കൂടി സ്പെസിഫിക് ആയി പറയുന്നത് ഇൻഡിവിജ്വൽ കർമ്മല്ല. പക്ഷെ ആനിമൽ സ്പീഷീസിന് വേണേൽ കർമ്മ ഉണ്ടെന്ന് പറയാം. ആ ഗ്രൂപ്പിന് കർമ്മ ഉണ്ടാവാം. ഇപ്പൊ ഇന്ത്യയിലുള്ള ചില ലയൺസ് അങ്ങനെ ഗ്രൂപ്പ് വൈസ് കർമ്മ ഉണ്ടാവാം. പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് കർമ്മല്ല. ഇപ്പൊ അനീതിനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇൻഡിവിജ്വൽ കർമ്മയാണുള്ളത്. ഇപ്പൊ ഇൻഡിവിജ്വൽ കർമ്മ വെച്ചാൽ അത് നമ്മളെ മാറാപ്പാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മൾ തന്നെ റെക്ടിഫൈ ചെയ്യണം. ആ പരിപാടി അത് ആനിമൽസിനില്ല. അപ്പം
അങ്ങനെ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്യണം, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. മില്യൺസ് ഓഫ് ഇയേഴ്സ് നമ്മൾ പോയിട്ടാണ് അവസാനം നമ്മളൊരു ഇൻഡിവിജ്വലി നമുക്കൊരു സോളായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആവുന്നത്. സ്വന്തമായിട്ടൊന്നും ഇരിക്കാൻ ആ സാധനം പിന്നെ പൊട്ടിച്ച് രണ്ടാക്കി. അപ്പൊ അതിന് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റർ, ഒരു ദൈവം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എനർജി, അത് ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു പരമാത്മ എന്ന് പറഞ്ഞ സംഭവമാണ്. ആ സമയത്താണ് ആ ഒരു സെപ്പറേഷൻ അവിടെ നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ പറയാം അതിനെ നമ്മുടെ പരമാത്മ എന്ന് പറഞ്ഞ ഡിവൈൻ സ്പാർക്ക് എന്ന് പറയാറ്. അത് ദൈവം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ടൊരു ഫ്ലെയിം ആണെങ്കിൽ അതിന്റെ ഒരു സ്പാർക്കാണ് നമ്മൾ. ആ ഡിവൈൻ സ്പാർക്കിന്റെ ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ശരിക്കും പറയാം അഹം ബ്രഹ്മാസ്മി തത്വമസി, അത് ഞാനാകുന്നു. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ തത്വമസി ആയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മൾ അറിയാൻ നമ്മളറിയാതെ പോലും നമുക്കറിയാം ആ ലെവലിലാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഫിസിക്കൽ ബോഡി എന്ന ലെവലിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത് അവിടെയാണ്, പരമാത്മാ ലെവലിൽ. അവിടെ നിന്ന് പിന്നെ നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനും ഒരേ ബ്ലൂ പ്രിന്റ് ആണ്, ഒരേ സ്പിരിച്വൽ ബ്ലൂ പ്രിന്റ് ആണ് ഉണ്ടാവുക. ഒരേ രീതിയിലാണ് നമുക്ക് പോകേണ്ട ഒരു റൂട്ട്. കാരണം അങ്ങനെ നമ്മൾ എത്രയോ കാലം ഈ അവിടുന്ന് സ്പ്ലിറ്റ് ആയി പെട്ടെന്ന് സ്പ്ലിറ്റ് ആവുന്നത് സോൾ ലെവലല്ല. എന്നിട്ട് വന്ന് എന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം യൂണിയൻ ഒക്കെ പറഞ്ഞ പരിപാടി. അപ്പൊ അതിന്റെ മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാ കുറച്ചും കൂടി ഡെപ്തിൽ പറഞ്ഞാൽ കുറച്ച് എസോട്ടറിക് ആണ്. പക്ഷെ അതിൽ അവസാനമായിട്ട് നമുക്കൊരു 7 ജന്മങ്ങൾ ഉണ്ടാവാം. 7 ജന്മങ്ങളിൽ നമ്മൾ ഏകദേശം 12 എൻകൗണ്ടർ വരെ ട്വിൻ ഫ്ലെയിമിന് ഉണ്ടാവാം. അതിൽ 2 ജന്മങ്ങളിൽ ചിലപ്പോൾ യൂണിയൻ സംഭവിക്കാം. അത്രയും കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. അപ്പൊ അതാണ് പകുതി പറഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ച് ഡെപ്താണ്. പക്ഷെ എന്താ നമ്മൾ അത്രയും ഡെപ്തിൽ നമ്മൾ എസോട്ടറിക് ടീച്ചിങ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്ലാരിറ്റി നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട ഒരു സെഷന്റെ ഒരു സംഭവമാണ് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് പറയുന്നത്. തിയോസഫിയിൽ വരുന്നതാണ് അതൊക്കെ. തിയോസഫിയിൽ പറയും, പക്ഷെ തിയോസഫിയിൽ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മൾ തേടിപ്പോയി അങ്ങനെ പോയി പിന്നെ നമ്മൾ പ്രാണിക് ഹീലിംഗ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഗുണം. അത് ശരിയാണോ, അത് ഫോളോ ചെയ്യണം, നോക്കണം, സ്കാൻ ചെയ്ത് ഇങ്ങനെ പോകണം. അതിൽ നമുക്ക് ഗൈഡൻസ് കിട്ടും. ആ ലെവലിൽ ഇങ്ങനെ പോയാലേ സംഭവം കിട്ടുള്ളൂ. എല്ലാം തിയോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാ പറയാം. കാരണം എല്ലാം മാൻഷൻ ടീച്ചിങ്സിലുണ്ട്. പണ്ട് പറയാം ടിൻസ് സോൾ എന്നാ പറയാ. പിന്നെ കുറച്ചും കൂടി ഒരു ന്യൂ ഏജ് വരുന്ന സമയത്താണ് അത് മറ്റേതാ കുറച്ചുകൂടി ടിൻസ് സോൾ എന്നാ പറയാ. അപ്പം മാൻഷൻ ടീച്ചിങ്സിൽ ഇവിടെ എത്തുമ്പോൾ പിന്നെ ടിൻ ഫ്ലെയിം ആവും. അപ്പൊ അതിൽ വേറൊരു കോൺട്രാന്ന് പറഞ്ഞാൽ അത് ഇപ്പം നവനീത്, ഇത് ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ബോംബ് എറിയാൻ പോകുന്ന പോലെയാണ്. അപ്പൊ നവനീത് ഒരു കുട്ടീനെ കണ്ടു. കുട്ടീനെ കണ്ട് ഇഷ്ടായി. അപ്പം ചിലപ്പോ നമ്മുടെ ടിൻ ഫ്ലെയിം, എല്ലാവർക്കും ടിൻ ഫ്ലെയിം ഉണ്ട്. ചിലപ്പോ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എല്ലാവർക്കും ടിൻ ഫ്ലെയിം ഉണ്ട്. ഇതൊക്കെയാണ് ഞാനും അവരും തമ്മിലുള്ളൊരു. അപ്പം ചിലപ്പോൾ നവനീതിന്റെ ടിൻ ഫ്ലെയിം റീഇൻകാർണേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ റീഇൻകാർണേറ്റ് ഈ ലൈഫിലേക്ക് വന്ന പോലെ അയാൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാവില്ല. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ ബ്ലെസ്സിങ്, എല്ലാവിധ അനുഗ്രഹങ്ങളൊക്കെ തരും. ഇപ്പൊ നിങ്ങൾ നല്ലതിന് വേണ്ടി അത്രയും ആക്കുന്ന ആളാണ്. കാരണം ഫിസിക്കൽ ബോഡി എത്തി ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഓരോ കോൺസെപ്റ്റിനെ കുറിച്ച് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ഫിസിക്കൽ ബോഡിയൊക്കെ കുറച്ച് ബോഡീസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ചുള്ള മെമ്മറി ഒക്കെ നമുക്ക് കട്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഈ ജന്മത്തിൽ ഒരു കുട്ടീനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ആ ലവ് ഒരു അത്രയും ഇതാണല്ലോ വരിക, റൊമാൻറ്റിക് ആ ലവ്. ആ ടൈമിൽ ചിലപ്പോൾ ഈ ടിൻ ഫ്ലെയിം ആ കുട്ടിയുടെ അടുത്തേക്ക് വേണമെങ്കിൽ വരാം. കുട്ടീന്റെ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞോ. ഭൂതം പ്രായത്തം മന്ത്രവാദം അതിന് കുറച്ച് കട്ടൊക്കെ ആ ടിൻ ഫ്ലെയിം ഇത് ഞാൻ പറഞ്ഞാൽ അതുപോലെ ഇയാള് റീഇൻകാർണേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഫിസിക്കൽ റിലേറ്റഡ് ഇല്ലാത്ത ആളാണെങ്കിൽ ചിലപ്പോൾ ആ ടിൻ ഫ്ലെയിം, ആ സോൾ ചിലപ്പോൾ ഈ കുട്ടിയുടെ അടുത്തേക്ക് പോവാം, കുട്ടിയുടെ മേലേക്ക് പോവാം. അങ്ങനെ അപ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ, മറ്റേ കാര്യങ്ങൾ, ഇന്റൻസ് ലവ് ചിലപ്പോൾ വരാം. പക്ഷേ ഇതും കുറച്ച്
പ്രശ്നം പ്രശ്നമാണ്. ഇതൊക്കെ എടുത്ത് കോസായിട്ട് കൊടുത്തിട്ട് പിന്നെ പ്രശ്നമാണ്. അല്ല, കോസായിട്ട് കൊടുക്കുന്നത് സേഫാ. ഓക്കെ. അപ്പൊ നമ്മള് വർഷം വന്നത് ഇതിന്റെ പ്രശ്നം വശം. അപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയിലേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ടിൻ ഫ്ലെയിം വരാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റൻസ് ലോ ഒക്കെ വരാം. അങ്ങനെ എപ്പോഴെങ്കിലും ഇപ്പൊ നവനീത കാര്യമല്ല ഞാൻ പറയുന്നത്, വേറെ ആരെങ്കിലും. നവനീത അങ്ങനെ നല്ലല്ലോ, നല്ല മോനല്ലേ. ചിലപ്പോ എന്റെ അച്ഛനും അമ്മയൊക്കെ കാണണം, നല്ല രസം ഉണ്ടാവും. അല്ല, അവരോടാ പറയുന്നത് നല്ല മോരാ. വളരെ അപ്പൊ ഓരോരുത്തർ ഇവരിപ്പോ അഫെയർ ഒക്കെ ആയി ഇവരെന്തെങ്കിലും ഫിസിക്കൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. വിഷമം. ചിലപ്പോൾ അവരത് അതേപോലെ റിട്ടേൺ അടിച്ച് പോവാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാര് മടുത്ത് പോകുന്ന സിറ്റുവേഷൻ വരുന്നത്. ഓ നമ്മ കാരണം ആ സ്പാർക്ക് നിങ്ങളെ വിചാരിക്കും ചിലപ്പോ കുട്ടീനെ ഇഷ്ടമായിരിക്കും, എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ പെൺകുട്ടിക്കും രണ്ടാക്കും ഉള്ളതാണ്. അത് വ്യത്യാസമല്ലേ. അപ്പൊ രണ്ടാക്കും ഇതേപോലത്തെ ഇന്റൻസിറ്റി ഒന്നും പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോൾ ഇന്റൻസിറ്റി ഒന്നും കാണാനില്ല. എവിടെ രതീഷ് ഇവിടെ ആളുണ്ടായിരുന്നല്ലോ. അപ്പം അത് വരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങള് ഇപ്പൊ നവനീത് വീണ്ടും ഏതെങ്കിലും ഒരു കുട്ടിയെ കാണുന്ന സമയത്ത് കാരണം ആ ഒരു പ്രണയമാണല്ലോ. അപ്പൊ ആ പ്രണയമാണെങ്കിൽ കേട്ടോ, വേറെ ഒന്നും കാണാൻ നടക്കൂല. പ്രണയമാണെങ്കിൽ ഈ ഒരു ടിൻ ഫ്ലെയിം വീണ്ടും വരാം. പ്രണയത്തിന് മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും യൂണിവേഴ്സിറ്റി വരുന്ന, പക്ഷെ വീണ്ടും അങ്ങനത്തെ ഒരു കോൺട്രാ ഉണ്ട്. പക്ഷെ തന്നെ എന്തെന്നാ ഇതിന് നമ്മൾ സീക്ക് ചെയ്യുന്നതും സത്യം പറഞ്ഞാൽ ഒരു കണക്കിന് നമ്മുടെ ടിൻ ഫ്ലെയിമിനാണെന്ന് വേണം പറയാം. ഓക്കെ. കാരണം നമ്മളെ അതിന് ഈ ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മാസ്കുലിൻ ആണ്, പുറത്ത് നമ്മൾ മാസ്കുലിൻ ആണെങ്കിൽ നമ്മുടെ ഹയർ സോളിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു ഫെമിനിൻ ക്വാളിറ്റി ഉണ്ടാവും. ഇപ്പൊ പുറത്തൊരു ഫെമിനിൻ ആണെങ്കിൽ എല്ലാവരുടെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ടല്ലോ. ഇപ്പൊ പുറത്ത് നമ്മൾ ഫെമിനിൻ ആണ്, ഒരു പെൺകുട്ടി ആണെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ ഹയർ സോൾ നമ്മൾ പറയുന്നത് അവിടെ ഒരു മാസ്കുലിൻ ഒരു പല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ക്യാരക്ടേഴ്സ് അല്ല, മാസ്കുലിൻ ഇമേജ് ഉണ്ട്. അത് ഇവരെ ടിൻ ഫ്ലെയിമിന്റെ ഇമേജാ. അപ്പൊ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചിലപ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ ഒരു 1000 ചെക്കന്മാരെ കാണുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഒരാളുടേക്ക് ഇവർക്ക് ഈ ഒരു സ്പാർക്ക് കിട്ടായിരുന്നു കുട്ടിക്ക്. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു മാസ്കുലിൻ ഇമേജ് ആയിട്ട് ഇവർ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവുക ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു മാസ്കുലിൻ ഇമേജ് ആയിട്ട് ഇയാള് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹെവി റേഞ്ചിൽ കർമ്മ ഇങ്ങനെ എല്ലാവരോട് റിസോൾവ് ചെയ്ത് ഓടി നടക്കുന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞ അത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ. ആൻഷ്യൻ ടീച്ചിങ്സിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ. സന്തോഷമായല്ലോ അല്ലേ? ഒരു ട്വിൻ ഫ്ലെയിം വിചാരിച്ചില്ല. ഇത് എവിടേക്കോ എത്തി. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. അതേപോലെ ഇത് നമ്മള് ഒരു ഫുൾ ലെങ്ത് ആയിട്ടും എല്ലാവരും പഠിച്ചാൽ കൊടുത്ത് ക്ലാസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ക്ലാസ് ഞാൻ ഏകദേശം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനുള്ള ചില പ്രസക്ത ഭാഗങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല ബ്രോ, കുറെ പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. നമ്മളെ ആൾക്കാർ മോശമൊന്നുമില്ല. നമ്മളെ ആൾക്കാർ ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് നല്ല സ്വീകാര്യത തന്നെയാണ്. അപ്പൊ കുറച്ച് നമ്മളെ ആൾക്കാർ അതേ സംഭവം ഞാൻ പുറത്തേക്കുള്ള പരിപാടിയിലൊക്കെയാണ്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. കഥ പൂർത്തിയാവാനായി വലിയ പാടാട്ടത്. ഒരു കോഴ്സ് ഉണ്ടാക്കി വരിക എന്നുള്ളതല്ലേ. എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കാൻ പാടില്ല ഇപ്പൊ ചെയ്തവരൊക്കെ ചോദിച്ചു. ഇപ്പൊ ചെയ്തവരൊക്കെ നല്ല പ്രശ്നപ്പെടുന്നു. അയ്യോ. അല്ല, അതുകൊണ്ട് കാരണം തന്നെ ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നവനീത പറഞ്ഞ ഭയങ്കര പോയിന്റ്. കാരണം നമ്മളെ കോഴ്സ് എടുക്കുന്ന ആള് നമ്മുടെ ക്ലയന്റ് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മൾ ഭയങ്കര ടെക്നിക്സ് കൊടുത്താൽ ചിലപ്പം റിട്ടേൺ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രാണിക്കീരിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വഴികാട്ടിയ. എന്തൊക്കെ നമുക്ക് കൊടുക്കാം. കാരണം അവർക്ക് കൊടുത്ത അതിന്റെ ഓരോ ലൈഫ് മാറണം. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ചില ടെക്നിക്സ് ഒക്കെ ചെയ്ത് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്ത് പെട്ടെന്ന് ഭയങ്കര റിസൾട്ട്, പിന്നെ ചിലപ്പോൾ കുറച്ച് ട്രാജഡി എന്ന് പറഞ്ഞ സംഭവങ്ങളിലേക്ക് ചിലപ്പോൾ പോവാം ചില ടെക്നിക്സ് ഉപയോഗിച്ചാൽ. അപ്പൊ നമ്മളത് നോക്കി ഫിൽട്ടർ ചെയ്ത് ഒരു പ്രശ്നവും വരാതെ ഭാവിയിലും ഇന്ന് മാത്രമല്ല അടുത്ത ജന്മങ്ങളിലും ഒരു പ്രശ്നം വരാത്ത രീതിയിൽ അത്രയും. അപ്പം പണിയെടുക്കാൻ ഒരുപാടുണ്ട്. മനസ്സിലായി. പണി കിട്ടാത്ത രീതിയിൽ വേണം എല്ലാം പറഞ്ഞു കൊടുക്കാൻ. അതെ. കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പല ഹയർ ടീച്ചിങ്സും ഉണ്ട്. പക്ഷെ അത് ഇപ്പൊ പലരും ചോദിക്കും ഇതൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കൊടുത്തതിനെ കൊടുത്തവന്റെ കാര്യം പോക്കാണ്.
ഫസ്റ്റ് തിങ്. പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ കാര്യം പതുക്കെ തീരുമാനിക്കും. അതൊന്നും നമ്മൾ ആ ഡെപ്തിൽ പോകണം. ഞാനത് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും വലിയ ടീച്ചിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എൻലൈറ്റ്മെന്റ് ആവാനൊക്കെ തന്നെ ചടപടാറുന്ന എൻലൈറ്റ്മെന്റ് ആവാനുള്ള ടെക്നിക്സ് ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ പ്രാപ്തനല്ല. അതൊന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുന്നതിന് സമയിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ കയ്യിന്ന് പോവാന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നുള്ളത്. അത് ഇങ്ങനെ കുറച്ചും കൂടി അത് തന്നെ. അതുകൊണ്ടാണ് ഇവർ ഓരോ ലെവൽസ്, ഇനീഷ്യേഷൻ, താങ്ങാനാവുന്നതേ കൊടുക്കാൻ പാടുള്ളൂ ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്റ്റുഡന്റിനോട് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. നമ്മൾ ഈ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ചോദിക്കുക, അപ്പൊ ട്വിൻ ഫ്ലെയിം തന്നെയാണോ സോൾമേറ്റ് എന്നുള്ള സംഭവം? സോൾമേറ്റ് പറഞ്ഞെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. ഓക്കെ, ഒരാളോ ഒരു അന്ന് പണ്ട് ഡിവൈഡ് ആയതിന്റെ ഒരു സോൾ തന്നെയാണ്. കാരണം അവരിപ്പോ സോളാണ്, നമ്മൾ സോളാണ്. ചിലപ്പോൾ അവര് നമ്മളെക്കാളും വളരെ ഇവോൾവ് ആയി നിൽക്കുന്ന സോളാണെങ്കിൽ അവർ വരും. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകും കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക്. സത്യം നർച്ചറിങ് തന്നെയാണ് പറയേണ്ടത്. ആ നർച്ചർ ചെയ്ത് നമ്മളെ കുറച്ച് ഇവോൾവ് ആക്കാൻ പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യും. അപ്പോൾ നമ്മൾ അത് റീഇൻകാർണേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഓൾറെഡി ഹയർ ലെവലെത്തിയവർക്ക് ഇനിയിപ്പോൾ ഫിസിക്കൽ ബോഡിയിൽ വരേണ്ട ആവശ്യമില്ല. അത്രയും ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിലാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഈ സോൾമേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരാളല്ല, ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടാവും. നിങ്ങളപ്പോൾ നല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ കസിൻസ്, ഫാമിലി, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ആരും വേണമെങ്കിൽ നിങ്ങളോട് നല്ല ടൈംസിൽ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ സോൾമേറ്റ്സ് വേണം പറയാം. അവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയായിരുന്നു മുമ്പേ? ഒരു നല്ല കണക്ഷനിലാണ് മുൻപ്. അതുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ വരുന്നത്. പക്ഷേ അവരോട് നിങ്ങൾ ചൊറ ഉള്ള കണക്ഷനാണ്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിയാണെങ്കിൽ അത് വേണമെങ്കിൽ കർമ്മിക്കായിട്ട് വരാം. കർമ്മിക് പാർട്ട്നേഴ്സ് ഒക്കെ പറഞ്ഞു വരാം. അപ്പൊ നിങ്ങളൊരു കഴിഞ്ഞ ജന്മത്തിൽ ആരെങ്കിലും തലക്കടിച്ച് കൊന്നു വിചാരിക്കാം. ചിലപ്പോൾ അടുത്ത ഭാര്യയായിട്ട് വരുന്നത് ഈ ജന്മം. ഒരു ഇതൊക്കെ ഫണ്ടല്ലടാ. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് കർമ്മിക് പാർട്ട്നേഴ്സ് ആവാം. പക്ഷെ ഇതെന്ന് പറയാം, ഇതിപ്പോ നമ്മൾ നല്ല ചെയ്ത ആൾക്കാർ, അപ്പം നിങ്ങളിപ്പോ ഏതെങ്കിലും കുട്കർമ്മൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണം. അത് ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ലവറായിട്ട് ഇതുപോലത്തെ നല്ലൊരു സോൾമേറ്റ് വരാം. അതൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ആ ബാഡ് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കർമ്മിക് പാർട്ട്നേഴ്സ് ആയിട്ട് അവരും കുറ്റിയും പറിച്ച് വരും. അപ്പൊ അതുകൊണ്ട് കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾസ് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഈ ജന്മം കാണുന്ന ഈ ഗ്രൂപ്പ് ഓഫ് സോൾസ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല കണക്ഷൻ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങൾ എല്ലാ ജന്മത്തിലും നിങ്ങൾ കൂടെ ഉണ്ടാവുന്നത്. പക്ഷെ പല രീതിയിലായിരിക്കും, മേ ബി പല രീതിയിലായിരിക്കാം. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കർമ്മ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾ ഹയർ സോൾ ഡിസൈൻ ചെയ്യും. കാരണം മൂപ്പർ തന്നെ അങ്ങ് പണിയരുത്. എങ്ങനെ? സോറി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് ഈ പട്ടിപ്പണി എടുക്കുന്ന സംഭവം എന്താ വെച്ചാൽ ഈ കർമ്മ ഈ സഫറിങ് എല്ലാം ഇവിടെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഹയർ സോളിന് വേണ്ടിയിട്ടാണ്. അതെ, ഹയർ സോളിന് പെർഫെക്ഷൻ വേണം. ഹയർ സോൾ പറയും, ഇപ്പം നവനീതിന്റെ ഹയർ സോൾ നവനീതിനോട് പറയും, നവനീത ഈ പ്രാവശ്യം എനിക്ക് വേണ്ടത് ഇതൊക്കെയാണ് പറഞ്ഞിട്ട് അങ്ങനത്തെ സാഹചര്യങ്ങൾ നവനീത് എത്തിക്കും. ഇപ്പൊ നവനീതിന് ഇവിടെ ഫിസിക്കൽ ലെവലിൽ അത് കുറച്ച് ടാസ്ക് ഉള്ള പോലെ തോന്നാം. പക്ഷെ അതാണ് നവനീത് പഠിക്കേണ്ടത്. ഒന്നെങ്കിൽ നവനീത് ഒന്നെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ അവിടെ കച്ചണ്ടായി കൂടുതൽ കർമ്മം ഉണ്ടാക്കാം. ശരി, മനസ്സിലായില്ലേ? അപ്പൊ ഒരിക്കലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളോട് എല്ലാവരും ഇപ്പൊ ഞങ്ങളോടൊക്കെയാണല്ലോ നമ്മൾ കർമ്മം ഉണ്ടാക്കിയത്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഒഴിവാക്കി നിങ്ങൾ നേരെ പോയി അമേരിക്കയിൽ ഇനി ജനിക്കൂല, വേറെ പറയുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ അമേരിക്ക പോകണേ ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കയിൽ ഉണ്ടാവും എവിടെ ചെന്നാലും. അതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഞങ്ങളോടാണ് കർമ്മ റിസോൾവ് ചെയ്യാനുള്ളത്. ഈ ജന്മം കാണുന്ന ഞങ്ങളോടാണ് കർമ്മ റിസോൾവ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഞങ്ങളോട് കുറെ കർമ്മ റിസോൾവ് ചെയ്യാൻ ബാക്കിയുള്ള ആള് ഒരു ബന്ധുവില്ലാതെ വേറൊരു സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല. അവിടെ ആരോടും കർമ്മ റിസോൾവ് ചെയ്യാനില്ല. ശരി, ഒരു ബന്ധുവില്ലാത്ത ആൾക്കാരുടെ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ചിലരെ കാണുന്ന സമയത്ത് നമ്മൾ വളരെ ക്ലോസ് ടു സംസാരിച്ചിട്ട് ഭയങ്കര ഹാപ്പിനെസ് എവിടെയോ നമുക്കൊരു നല്ലൊരു കണക്ഷൻ, അവർ സംസാരിക്കാൻ തന്നെ നമുക്ക് നല്ലൊരു. പക്ഷെ അതേസമയം നമുക്ക് ഇപ്പെല്ലാം പണ്ട് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാധനം അടിക്കണം, നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം അടിക്കല്ലോ. അതാണ് ജന്മത്തിലെ സംഭവമാണ്. ചിലപ്പോ ഓനക്ക് ചിലപ്പോ വെട്ടിക്കൊന്നുണ്ടാവുക പറയാൻ പറ്റില്ലല്ലോ. അതറിയോ, അത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു റിമംബറൻസ് ആണ് നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡീസിനുള്ളത്. അപ്പൊ അത് ഇങ്ങനെ ട്രിഗർ ചെയ്യും. പക്ഷെ നമുക്കും ലോജിക്കലി നമ്മൾ നോക്കുക എന്തുകൊണ്ടാണ് അയാളോട് എനിക്ക് പെട്ടെന്ന് ട്രിഗർ ആവുന്നത്. അയാൾ ചിലപ്പോൾ വാദമുണ്ട്, ഒരു അക്ഷരം മിണ്ടി ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ട്രിഗർ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഉണ്ടാവില്ല. അതിന്റെ സംഭവം ഇതാണ്. പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, ഒരു വള്ളിക്കെട്ട് അവിടെ കിടക്കുന്നുണ്ട്, ആരും ഉറപ്പാ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പം അതാണ് അപ്പൊ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആ സംഭവങ്ങൾ നമ്മളൊന്നും കൂടി നോക്കണം. ഇപ്പൊ പറഞ്ഞോണ്ട് ചോദിക്കുക, ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇൻഡ്യൂഷൻ അത് രണ്ടും എന്തായിരിക്കും? അപ്പൊ അതായത് ഇപ്പൊ മെയിൻലി ഇപ്പം 3 സംഭവങ്ങളാണ്.
അപ്പൊ ഓഷോന്റെ അതിലാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മൂപ്പര് പറയുന്നത്. ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ ആനിമൽ നേച്ചർ പെട്ട സംഭവമാണ്. ഇപ്പൊ നമ്മളിവിടെ എടുക്കണ പെട്ടെന്ന് നമ്മളെ കണ്ണിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് കണ്ണടയുന്നത്. പെട്ടെന്നുള്ള റിഫ്ലക്ഷൻ അതൊരു ആനിമൽ നേച്ചറാണ്. പെട്ടെന്ന് എന്തെങ്കിലും വരുന്ന അതിന് ആദ്യം തന്നെ വരും ഓട്ടോമാറ്റിക് നമ്മൾ തടയുന്ന സംഭവം. അത് ഇൻസ്റ്റിങ്ക്ട് ആണ്. അപ്പം പിന്നുള്ളത് ഇന്റലക്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നമ്മൾ ബുദ്ധിപരമായിട്ടൊരു സംഭവം. ഇപ്പൊ നമ്മളിപ്പം നവനി എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പ് നോക്കാം, ഇപ്പൊ എന്തെങ്കിലും കാര്യം ചെയ്യണം, അടുത്ത ബിസിനസ് എന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും അടുത്ത പ്രോഗ്രാം നോക്കുന്നത് അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യേണ്ടത്, അങ്ങനെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ ഇന്റലക്ട് നമ്മൾ എപ്പോഴും മൈൻഡ് വർക്ക്. അപ്പോൾ അതിൽ പെട്ടെന്ന് ആൻസർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം ആലോചിച്ചിട്ടുണ്ടാവും, എ എന്ന് പറഞ്ഞ സംഭവം, അത് കണക്ട് ചെയ്ത് ബിയിലെത്തി, അവിടെ നിന്ന് പിന്നെ ആലോചിച്ച് സിയിലെത്തി, പിന്നെ ഇങ്ങനെ ഒരു മാല പോലെ ഒരു ചെയിൻ പോലെ ഇങ്ങനെ പോകും. അതാണ് ഇന്റലിജൻസിന്റെ പരിപാടി. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ ചിലപ്പോൾ ഒരു അന്തം കിട്ടൂല, ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇൻഡ്യൂഷൻ അങ്ങനെയല്ല. ഇൻഡ്യൂഷൻ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. ഒറ്റടി നിങ്ങൾ മനസ്സിലേക്ക് ഒരു ഇതാണ് ആൻസർ എന്ന്, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റലിജൻസ് നിങ്ങൾ ലോജിക്കൽ മൈൻഡ് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് പോവാണെങ്കിൽ ഉത്തരം കിട്ടൂല. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഞാനിപ്പം ഒരു 9 to 5 ജോബിൽ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഇൻഡ്യൂഷൻ പോലെ തോന്നാം, ജോലി വിടാം, നിർത്താം, സ്വന്തമായിട്ട് തുടങ്ങാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. വലിപ്പിക്കുക അതല്ല ഒരു ചാട്ടമാണ്. കാരണം മുന്നിലൊന്നും അല്ല, ഞാൻ അതല്ല ചോദിച്ചത്. പൊതുവെ എല്ലാവർക്കും ജോലി വലിപ്പിക്കാം. അതെ. അല്ല, അത് തന്നെ നമ്മൾ ഭയങ്കര ഫിയർ എന്ന് പറഞ്ഞ സംഭവം അടിക്കും. എത്ര ധൈര്യമുള്ളതാണെന്ന് പറഞ്ഞ സംഭവം ആയിക്കോട്ടെ. അത് പെട്ടെന്ന് നമ്മൾ ആലോചിക്കും, നാളെ മുതൽ നമുക്ക് സാലറി തരാൻ ആരും നമുക്ക് സാലറി തരാനില്ല. സ്വന്തമായിട്ട് ഇപ്പൊ തുടങ്ങാനാ പറയുന്നത്. സ്വന്തമായി ക്ലിക്ക് ആയില്ലെങ്കിൽ സംഭവിക്കും. ക്ലിക്കായ ഒരുപാട് ഇതാണ്, അതിനൊന്നും ഉത്തരങ്ങളില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻ തുടങ്ങുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാർട്ടാണ്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്. നമ്മൾ ആ ഫെയ്ത്തിൽ വിശ്വസിച്ച് നമ്മളൊരു ചാർട്ടാണ്. എല്ലാം ഒരൊറ്റ വിശ്വാസത്തിന്റെ മുകളിൽ അങ്ങോട്ട് പോവാണ്. ചെയ്യുമ്പോൾ ലൈഫ് ബ്യൂട്ടിഫുൾ ആവുക. മറ്റേ സേഫ് സോണിൽ നിന്ന് ഇങ്ങനെ 30, 40, 50, 60 വയസ്സായിട്ട് സേഫായി മരിക്കുന്ന പരിപാടി ക്രിഞ്ച് പരിപാടിയല്ലേ. ഇവിടെ വന്ന് കളിക്കുന്നു പോകുന്നു, പരിപാടിയൊന്നുമില്ല, എന്റർടൈൻമെന്റ് ഇല്ല. അപ്പൊ ഇൻഡ്യൂഷൻ പറഞ്ഞ സംഭവം അങ്ങനെ. ഇൻഡ്യൂഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞ് ആ ആൻസർ അവിടെ തന്നു, നിങ്ങൾ ചെയ്യുന്ന നല്ലതാണെന്ന് ആയിരിക്കാം ആൻസർ. പക്ഷേ അതെങ്ങനെ അത് ആ പോയിന്റിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കുക, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സാലറി കിട്ടൂല, അപ്പോൾ തന്നെ പ്രശ്നങ്ങളായി. അപ്പൊ ഞാൻ വീട്ടിൽ എന്ത് ചെയ്യും, മറ്റേന്ത് ചെയ്യും, നാട്ടുകാരെന്ത് പറയും, അങ്ങനെ ഇന്റലിജൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കത്തം. സ്വാഭാവികമായിട്ട് നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കുന്നു, സംഭവം അവിടെ നിന്ന്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും നോക്കി നമ്മൾ ഇൻഡ്യൂഷൻ തോന്നി, നമ്മൾ ഇൻഡ്യൂഷൻ വെച്ച് ഒരൊറ്റ ചാട്ട അപ്പൊ പേപ്പർ ഇടുന്നു. പിന്നെ ഫസ്റ്റ് തന്നെ പ്രൊജക്ട് കിട്ടി വിചാരിച്ചത് പോലെ പിന്നെ പ്രൊജക്റ്റ് ഇല്ല, ഒന്നുമില്ല. കമ്പനിയിൽ ഇറങ്ങിയപ്പോഴാണോ? അപ്പോഴാണ് സ്പിരിച്വാലിറ്റി അങ്ങോട്ട് കൂടുകയും ചെയ്ത്. സ്പിരിച്വാലിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക്, കാരണം കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത്, അതാണ് ഞാൻ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞത്, കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്ത്. പക്ഷേ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയും ചെയ്ത്, കംപ്ലീറ്റ് പ്രശ്നമായില്ലേ. ആ സമയത്ത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം വലിയ ഹാൻഡിൽ ചെയ്യാൻ തോന്നില്ല നമ്മൾ സ്പിരിച്വാലിറ്റി ലെവലിൽ. അപ്പൊ ഞാൻ എന്റെ മിസ്റ്റേക്ക് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ബാലൻസ് ചെയ്യണം. അപ്പൊ ഞാൻ ബാലൻസ് ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ചോദിക്കി അതൊക്കെ ചോദിക്കട്ടെ. അല്ല, എനിക്ക് സ്റ്റോറി അറിയുന്നോണ്ട് എനിക്ക് പെട്ടെന്ന് ചോദ്യം മാത്രമേ, എങ്ങനെയാണ് ബ്രോ ബാലൻസ് ചെയ്തത്? പറയൂ. സ്പിരിച്വാലിറ്റി അവിടെ മുടക്കി വെച്ചു. വേറെ വഴിയില്ല. ഇനിയും ഞാൻ പുസ്തകങ്ങൾ വായിച്ച് പകുതി നിൽക്കുകയാണ്. ഇനി അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഈ സാധനം കൊണ്ട് ഈ മാലത്തിലേക്ക്. കാരണം അങ്ങനത്തെയാണ് കോളിങ്. എല്ലാം മെറ്റീരിയലിസ്റ്റിക്. ഞാൻ ചിലപ്പോൾ തുടങ്ങിയാൽ മാത്രം മതി ഒന്നുമില്ല, ഒരു ബിഗ് സീറോയിലേക്കാണ് പോകുന്നത്. അപ്പത്തേക്ക് അടങ്ങൾ ആ ലെവലിലേക്കാണ് പോകുന്നത്. മടക്കി വെച്ചു, സീക്രട്ട് എടുത്ത് ഓപ്പൺ ചെയ്തു, ലോ ഓഫ് അട്രാക്ഷൻ ഓപ്പൺ ചെയ്തു. ഇന്ന് 6 മാസം എഴുതുന്നു, എടുക്കുന്നു, എല്ലാ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാ പരിപാടിയും. ആരും സഞ്ചരിക്കാത്ത വഴി. നമുക്ക് ജയിക്കലാണ്. നമുക്ക് ആ പോയിന്റിൽ ഒരു വേറെ നിവർത്തിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഫുൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സ് നമുക്ക് വേണ്ടി വരും. ബ്രോ, ഇത് തുടങ്ങുന്ന ഈ ഒരു സീനിൽ എത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വർക്കിന് വേണ്ടി ഇറങ്ങുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി സ്പിരിച്വാലിറ്റിന്റെ ബുക്ക് ക്ലോസ് ചെയ്യുന്നു, സീക്രട്ടിന്റെ ബുക്ക് തുറക്കുന്നു പരിപാടി. അതിനു മുമ്പ് പ്രാണിക് ഹീലിംഗിന്റെ കോഴ്സുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നോ? പ്രാണിക് ഹീലിംഗ് ഞാൻ പോയി എടുത്തിരില്ലേ, അപ്പൊന്നും പ്രാണിക് ഹീലിംഗ് എത്തിയില്ല സമയം. കാരണം ഞാനവിടെ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, ആദിത്യ എന്ന പേര്. അപ്പോ മൂപ്പരാണ് എനിക്ക് ഇതിലേക്ക് ഒരു എക്സ്പോഷർ തരുന്നത്. അങ്ങനെ പൈസയുണ്ട്, മൂപ്പര് പോയി ചേഞ്ച് ചെയ്ത്. ഞാനപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റിയിലാണ് പോലും എനിക്കത് ചെയ്യാൻ കോഴ്സിന്റെ പൈസ പോലും നമുക്കില്ല. അതുകൊണ്ടാണ് അത് ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് വേണം.
അല്ല ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യണമെങ്കിലും വേണം. അതെ, അല്ല സ്പിരിച്വാലിറ്റി ഉള്ള മറ്റുള്ള പട്ടിണി കിടക്കാൻ പൈസ ഇത് മറ്റേതുപോലെയല്ല. ഇതിപ്പോ സ്പിരിച്വാലിറ്റി പോകുന്ന സമയത്ത് ഇവർക്ക് പല ആൾക്കാർ അങ്ങനെ തോട്ടുണ്ട്. ഞങ്ങൾ സ്പിരിച്വാലിറ്റി, ഞങ്ങൾ പൈസനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പൈസയുടെ പിന്നാലെ അങ്ങനത്തെ സാധനം ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു പോവർട്ടി കോൺഷ്യസ്നസ് ആണ്. അത് സ്പിരിച്വാലിറ്റി അല്ലത്, അതൊരു പോവർട്ടി കോൺഷ്യസ്നസ് ആണ്. നിങ്ങൾ വിചാരിക്കും സിനിമയിൽ കാണുന്ന സ്പിരിച്വാലിറ്റി അല്ല. സത്യം അല്ല, സിനിമയിൽ കാണുന്നത് നമ്മളിപ്പം ഈ കാണുന്ന ലോകത്ത് ഇപ്പൊ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും, അല്ല ലോകത്ത് ഏത് ഭാഗത്ത് വെച്ചാൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് കാണുന്നതാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങും, അല്ലെങ്കിൽ യോഗികൾ ഇവരിയ്ക്കുന്നു, ഇവർക്ക് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ ഇല്ല, പൈസ കാര്യങ്ങൾ ആവശ്യമില്ല, എന്തെങ്കിലും എവിടുന്നെങ്കിലും കഴിക്കുന്നു. അല്ലെങ്കിൽ ബുദ്ധൻ പണ്ട് പോയ പോലെ, ബുദ്ധൻ പോയ പോലെ എല്ലാം അങ്ങനെ പോവാണ് നല്ലത്. അല്ല പറയാ, ആ ഒരു സംഭവമാണ് മുന്നോട്ട് മോട്ടിവേഷൻ ആക്കി എടുക്കുന്നത്. അതാണ് അതിൽ എനിക്ക് തോന്നുന്നു അതാണ് മിക്ക ആളുകളും ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഇത് പണം വേണ്ട, സ്പിരിച്വാലിറ്റിക്ക് പണം വേണ്ട, ഇത് ആത്മീയമായ വഴി എന്നൊക്കെ പറഞ്ഞിറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ആൾക്കാരിലേക്ക് വരാത്തത്, അത് പേടിച്ചിട്ട്. അതെ, അപ്പൊ അങ്ങനെ ഉണ്ട്. കാരണം അങ്ങനെ ആയി പോകുന്നു. അപ്പൊ ഞാനത് ഇപ്പൊ സാധാരണക്കാരോടൊപ്പം നമ്മളിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇതുപോലെ ഒരു സ്പീച്ച് ഒരു അവസരം കിട്ടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് അറിയുന്നില്ല ഞാനെന്താ പറയുന്നതിനൊക്കെ കണക്ട് ആവുന്നില്ല. പിന്നെ ഒരു ചോദിച്ച് എല്ലാം, അപ്പൊ ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി ബേസ് അപ്പൊ തന്നെ അപ്പൊ എല്ലാം ഈ ലൗകിക ഒക്കെ ഒഴിവാക്കി നിങ്ങൾ ഫസ്റ്റ് അതാ വിചാരിക്കുന്നത്. ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് എത്രത്തോളം സക്സസ്ഫുൾ ആക്കാൻ പറ്റും, അതിന്റെ ഈ ഒരു സൈഡ് ചിന്തിക്കുന്നില്ല. കാരണം ഞാനതാ പറയുന്നത്. കാരണം നിങ്ങളുടെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ അതെങ്ങനെ കുറച്ചും കൂടി അടിപൊളിയാക്കാൻ പറ്റും. അതെ, അത് എങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ സിനിമ സ്റ്റൈലിൽ കുറെ ഉള്ളതുകൊണ്ട് ആൾക്കാർ ചിലപ്പോ കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി തീരെ അറിവില്ലാത്തതിന്റെ ഏറ്റവും വലിയ കാരണം ഒരു പുകമറ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അതെ, നമ്മള് ഒരു കാവി ഡ്രസ് ഒക്കെ ഇട്ട് അപ്പൊ അതാണ് നമ്മൾ പ്രാണിക്കലിംഗ് എത്തുമ്പോൾ നമ്മുടെ പ്രാണിക്കലിംഗിന്റെ ഫൗണ്ടർ മാസ്റ്റർ ചോക്കോക്സി മൂപ്പരാണ് പാന്റും കോട്ടൊക്കെ ഇട്ടിട്ടാണ് മൂപ്പര് വരുന്നത്. മൂപ്പരാണ് അമ്മാരി ഗുരു. അപ്പോഴാണ് ഇതിലും വേറും വസ്ത്രങ്ങളെക്കാളും ബിയോണ്ട് ആ ഒരു നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്താണോ അവിടെ മൂപ്പരത്തിന് നല്ല ബിസിനസ് മാനാണ്. പറഞ്ഞെങ്കിൽ ഇത്രയും നല്ല സെറ്റായിട്ട് ഇത്രയും കൺട്രിയിലൊക്കെ വ്യാപിക്കുന്നതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങേരെ പറഞ്ഞാണ് നമ്മളിപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള സോൾസ് ആണ്. അവരുടെ കയ്യിൽ പണം വേണം. അവരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. റൈറ്റ് സോൾസിന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ മാസ്റ്റർ ടീച്ചിങ്സ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം റൈറ്റ് സോൾസിന്റെ പൈസ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ചാരിറ്റി ചെയ്യും, ഒരുപാട് അനാഥാലയങ്ങളിലേക്ക് ഫുഡൊക്കെ എല്ലാം എത്തുന്നു, ഒരുപാട് വൃദ്ധസാധനത്തിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്ക് അത് മാറാം. അപ്പൊ ഇത് നിങ്ങളൊരു ലൈഫിന്റെ അവസാനം വാനപ്രസ്ഥം പോകേണ്ട ഒരു പരിപാടിയിൽ എടുക്കണ്ട. അത് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് കുറച്ച് സമാധാനം. സ്ട്രെസ്ഫുൾ ആണ് എല്ലാവരും. ആ സ്ട്രെസ് ഒന്ന് റിലീഫായി ഒന്ന് സമാധാനം, പീസ് അങ്ങനെ ആവുന്ന സമയത്ത് അതല്ലേ ഏറ്റവും വലിയ ബ്ലിസ്. ശരിയാണ്. കാരണം ഇപ്പം ബ്രോന്റെ ഗുരുവിന്റെ കാര്യം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ബോബ് പ്രോക്ടർ, ജാക്ക് ആൻഫീൽഡ് ഇങ്ങനത്തെ ആളുകളൊക്കെ അതെ 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 ഇവരൊക്കെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്. പ്രോപ്പർ പ്രൊട്ടക്ഷൻ കോച്ച് മാത്രമാണോ അവര്? അതെ ഓരൊക്കെ ലോ ഓഫ് അട്രാക്ഷന്റെ മാഗ്നറ്റ്സ് ടീമാണ്. പക്ഷെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇല്ലേ തീരെ? സ്പിരിച്വാലിറ്റി ഉണ്ട്, അവർ സ്പിരിച്വാലിറ്റി എല്ലാ ഓരോ സെഷനിലും പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ലെവലിൽ നിന്നാ മതി. പക്ഷെ ഇത് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്പിരിച്വൽ ഒരു ഹയർ ഇനീഷ്യേറ്റ് ഒക്കെ എത്തിയ ഒരാളാണ്. 3 ഇനീഷ്യേഷൻസ് ഒക്കെ ഉള്ള ഒരു ഗുരു. ലെവൽ ഓഫ് അതെ 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 ലൈഫ് സ്റ്റൈലിലേക്ക് പോയ ആളാണ്. ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, ഇനീഷ്യേഷൻസ്. അതെ, അപ്പൊ അതാണ് മെയിൻ. പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പം അതാണ്. അപ്പൊ ആ ഒരു ബാലൻസ് നിങ്ങൾ ചെയ്യണം. അപ്പൊ കുറെ പയ്യന്മാരൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ പെൺകുട്ടികളൊക്കെ ഉണ്ട്, ഇപ്പൊ വല്ലാണ്ട് സ്പിരിച്വാലിറ്റി പോകുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ബാലൻസ് ചെയ്യാൻ പഠിക്കണം നിങ്ങള്. ഒറ്റപ്പെടാണ്ടാവണം അല്ലേ? നമ്മളത് ബാലൻസ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടി ഫൺ വേണം. പക്ഷെ നമ്മുടെ പ്രാക്ടീസസ് കാര്യങ്ങൾ അതുപോലെ തന്നെ നടത്തണം. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാ ബ്രോ, നമുക്ക് ഇന്നത്തത് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്താലോ? അത് വളരെ വേറെ എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ എന്തിനെങ്കിലും കുറിച്ചിട്ട്? എന്താ പറയണ്ടേ ഇനിയിപ്പോ? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ കമന്റ്സ് ആയിട്ടില്ലേ? കമന്റ്സ് ആയിട്ട് ബ്രോ എല്ലാ വീക്കിലും സജഷൻ കാര്യങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇടാറുണ്ടല്ലോ അല്ലേ?
ഞാൻ കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയിൽ ഇങ്ങനെ വരുന്നത്. എനി ക്വസ്റ്റ്യൻസ്, എനി സജഷൻസ്? പറയട്ടെ, പിന്നല്ല. എനിക്ക് പൊതുവെയുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങളും അതിന് കൊടുക്കുന്ന ഉത്തരങ്ങളുമാണ്. അല്ല, ഭയങ്കര കുറെ കേട്ടിട്ടുണ്ടല്ലോ, കുറെ ഒരുപാട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം മേ ബി. അവർ ചോദിക്കുന്ന ചോദ്യങ്ങളേക്കുള്ള ചിരി വരും. ഇന്നാളിതുപോലെ സെഷൻ എടുത്തോണ്ടിരിക്കുക, നമ്മളെ സ്പിരിച്വാലിറ്റിയുടെ സെഷൻ എടുത്തോണ്ടിരിക്കുക. അങ്ങനെ ആനിമൽ കിണ്ടത്തുന്നത് പോലെ ഹ്യൂമൻ കിണ്ടത്തിലെത്തിയതൊക്കെ പറഞ്ഞിരിക്കുക. ഹ്യൂമൻ കിണ്ടത്തിലെത്തിയ പിന്നെ ഒരിക്കലും ആനിമൽസിലേക്ക് പോകാന്നൊക്കെ പറയുവാണ് ചോദിക്കുന്നത്. ഈ ബലി എടുത്ത സമയത്ത് കാക്ക ഒരു താരാത് അത് കുടി. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞ പ്രശ്നമാണ് മോനെ. അല്ല, അത് നമ്മള് ഫസ്റ്റ് എനിക്ക് അപ്പൊ അറിയുന്നതിന് പിന്നെ ഞാൻ അതിനെ കുറിച്ച് സ്കാൻ ചെയ്ത് അതിനെ കുറിച്ച് നമ്മളെ ടീച്ചേഴ്സിനോട് ട്രെയിനേഴ്സ് കണ്ട് അപ്പൊ അവരോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് നമ്മള് ആൻസർ കണ്ടുപിടിച്ച്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല, പുറത്ത് അറിയില്ല, നമുക്ക് പറയാൻ പറ്റുമോ വെറുതെ. പക്ഷെ അത് ഭയങ്കര ചോദിക്കാതെ പറയാൻ പറ്റില്ല. അപ്പൊ അവൾ ഒരിക്കലും കാക്കല്ല സോൾ, പക്ഷെ ആ സോൾ വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത സെഷനിൽ പാക്കലാം. നമുക്ക് എല്ലാ ആഴ്ചയും വരണ്ടേ അല്ലേ? എല്ലാം സംഭവിക്കട്ടെ. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത സെഷനിൽ കാണാം. എന്നും പറയുന്ന പോലെ എല്ലാ വീക്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. മേ ബി ബ്രോഡ് തിരക്കായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തിരക്കായിരിക്കും, ഇല്ലത് ഞാൻ പറയുന്നില്ല. അപ്പം സോ ഗൈസ്, ബൈ ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്. ബൈ ഗൈസ്. എല്ലാരും വരൂ സ്പിരിച്വാലിറ്റിയിലേക്ക് ഇറങ്ങും. ബൈ ഗൈസ്, സീ യു.